ഫെമിനിസം എംബഡിമെന്റ് ഓഫ് ബാക്ക്ലാഷസ് എന്നുള്ളതാണ് നമ്മളെ വിഷയം. ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും അതുപോലെ തന്നെ തിയറികളും ഒക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജീവിതത്തിന്റെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ ആ തിയറികളും ഐഡിയോളജികളും ഒക്കെ പഠിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചടികൾ സ്ത്രീ സമൂഹത്തിന് തന്നെ, ഏതൊരു സമൂഹത്തിന് വേണ്ടിയാണോ ആ ഐഡിയോളജി നിലകൊണ്ടത് അല്ലെങ്കിൽ ഉദിച്ചു വന്നത്, അതേ സ്ത്രീ സമൂഹത്തെ അങ്ങേയറ്റം തലവേദനയിലാക്കിയ, പ്രശ്നത്തിലും ദുരന്തത്തിലും പതിപ്പിച്ച ഒരു ഐഡിയോളജി ഉണ്ടെങ്കിൽ അത് ഫെമിനിസമാണ്. അപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വിമൻ റൈറ്റ്സിന്റെ പര്യായമായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടാൽ ആകെ നെഞ്ചു തകരും. കാരണം അപ്പൊ സ്ത്രീകൾക്കൊന്നും വിലയില്ലേ, സ്ത്രീകൾക്ക് പിന്നെ അവകാശങ്ങളില്ലേ, സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടും മനസ്സിൽ തുടരുക. ഇവരൊക്കെ ഫെമിനിസത്തിനെതിരാണോ? അപ്പൊ ഇവർക്ക് പര്യായമായിക്കൊണ്ട് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീകളുടെ അവകാശത്തിന്റെ പര്യായമായി പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും ഫെമിനിസം ഉദയം കൊള്ളുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഫെമിനിസത്തിന് ശേഷമൊക്കെയുള്ള സ്ത്രീകളുടെ അവസ്ഥ പരിശോധിച്ചാൽ കാര്യമായ സംഭാവനകളൊന്നും തന്നെ സ്ത്രീകളുടെ പോസിറ്റീവായ വളർച്ചക്ക്, പോസിറ്റീവായ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അവരുടെ നന്മക്ക് കാര്യപ്പെട്ടൊന്നും ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയോളജി ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ടൈറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം വിമൻ റൈറ്റ്സ് ആണോ, അവരുടെ ഫ്രീഡാണോ, അവർക്ക് ജീവിതത്തിൽ സെൽഫ് റിയലൈസേഷൻ അത് നൽകുന്ന കാര്യങ്ങൾ, ഐഡിയകൾ ഇതൊക്കെയാണോ എങ്കിൽ ഫെമിനിസത്തിന്റെ അപ്പുറം അതിനും ഇതരമായ ഒരുപാട് ഐഡിയോളജികളും അതുപോലെ തന്നെ ശാസ്ത്രങ്ങളും ചിന്തകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അവർക്ക് അതെല്ലാം നൽകാൻ. ഇപ്പം കേരളത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ ഫെമിനിസം വളർന്നിട്ടല്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് അവകാശങ്ങളും പ്രത്യേകിച്ചും സാക്ഷരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവകാശമൊന്നും കിട്ടിയത്. ഒരു ഫെമിനിസ്റ്റും ഉണ്ടായില്ല. നേരെ മറിച്ച് ഇവിടുത്തെ മത പ്രസ്ഥാനങ്ങളും ഭൗതിക പ്രസ്ഥാനങ്ങൾ തന്നെ ആയാലും ശരി, ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരിക്കലും ഫെമിനിസവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ചർച്ചകളും അതുപോലെ തന്നെ സമരങ്ങളും വിപ്ലവങ്ങളും ഒക്കെയാണ് സ്ത്രീകൾക്ക് അവകാശം നേടിക്കൊടുത്തത്. അപ്പൊ സ്ത്രീകളുടെ അവകാശവുമായി ഫെമിനിസത്തിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ചിത്രീകരണം നൽകാൻ വേണ്ടി ശ്രമിച്ച് സമൂഹത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളും ഒക്കെ അതിന് പാരലായിക്കൊണ്ട് ഫെമിനിസത്തെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ അവകാശത്തെയും അവരുടെ ജീവിതത്തിലെ സെൽഫ് റിയലൈസേഷനെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം ചെയ്തത് എന്നുള്ളതാണ് എംബഡിമെന്റ് ഓഫ് ബാക്ക്ലാഷസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ഉപോത്ബലകമായി കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു ലവ് സ്റ്റോറിയിലൂടെ തുടങ്ങാം. ഒരു പ്രേമകഥ. ഈ പ്രേമകഥയിൽ നായികയുടെ പേര് സിമൻ ഡെബോവ എന്നാണ്. സിമൻ ഡെബോവ എന്ന് കേട്ടിട്ടുണ്ടാവും. ഡെബോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ, രണ്ടാം തരക ഫെമിനിസത്തിന്റെ മാതാവാണ്. സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം രചിച്ചുകൊണ്ട് ഫെമിനിസത്തിന് ഒരു തിയററ്റിക്കൽ അല്ലെങ്കിൽ തിയറിക്കൽ ആയിട്ടുള്ള അടിത്തറ പാകിയ ഒരു സ്ത്രീയാണ്. വലിയ ഫിലോസഫർ ആയിക്കൊണ്ട് ഈ ഒരു മേഖലയിൽ, ജെൻഡർ ഫിലോസഫിയിൽ അങ്ങേയറ്റം തലയെടുപ്പുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഡെബോയുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ പ്രേമകഥ നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അവരുടെ തന്നെ ആത്മകഥയിലൂടെ ഡെബോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അസോസിയേറ്റ് യൂണിവേഴ്സിറ്റി പ്രസ് ഇറക്കിയ, ലണ്ടനിൽ നിന്നിറങ്ങിയ പുസ്തകത്തിലെ ചില വാചകങ്ങൾ ഞാൻ അതിന്റെ മലയാളം വായിക്കും. ആ ഒരു പ്രേമകഥ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡെബോ വളരെ ബുദ്ധിമതിയായ ഒരു പെണ്ണാണ്. വളരെ ബുദ്ധിയുള്ള, വളരെ സർഗാത്മകമായി ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ
പഠിക്കുന്ന സമയത്ത് ഫിലോസഫി പഠിക്കുമ്പോഴും സോഷ്യോളജി പഠിക്കുമ്പോഴും ഒക്കെ വളരെ മികവ് പുലർത്തിയിരുന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കവച്ച് വെക്കാൻ വേറെ ആരും, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർ പഠിക്കുന്ന ക്ലാസ്സിൽ വേറെ ആരുമില്ല. ആ സമയത്താണ് ജീൻ പോൾ സാർട്ര എന്ന് പറയുന്ന ഫ്രാൻസിലെ വലിയ ചിന്തകനും ഫിലോസഫറും സാഹിത്യകാരനുമൊക്കെയായ സാർട്ര അവിടെ വരുന്നത്. സാർട്ര ക്ലാസ്സിൽ വന്നു, അവരുടെ കോളേജിലെ ഒരു തരംഗമായി മാറാണ്. എന്ന് മാത്രമല്ല, ഡെബോ പറയുന്ന അയാളിലേക്ക് ഡെബോയെ അങ്ങേയറ്റം ആകർഷിച്ച കാര്യം അവര് തന്നെ പറയുന്നത് നോക്ക്. ഭൗതികമായി മറ്റൊരാൾ എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് തോന്നിയത് സാർത്രയുടെ മാത്രമാണ്. ഞാൻ 15 വയസ്സ് വരെ സ്വപ്നം കണ്ട പുരുഷവിശേഷണങ്ങളുടെ ഉടമയായിരുന്നു സാർത്ര. അവൻ എൻ്റെ ഇരട്ടിയായിരുന്നു. അവനിൽ എൻ്റെ എല്ലാ അഭിരുചിയും ആവേശവും ഞാൻ വീണ്ടും കണ്ടെത്തി. ജ്വലിക്കുന്ന ഭാവത്തോടെ അവനുമായി എനിക്കെല്ലാം പങ്കിടാമായിരുന്നു. അപ്പോൾ സാർത്രയുമായി കൊണ്ട് പിന്നെ ഡെബോയ്ക്ക് സ്നേഹവും പ്രേമവും ഒക്കെ ജനിക്കാൻ കാരണം എന്താണ്? തന്നേക്കാൾ ആധികാരികമായ ഭൗതിക പ്രഭാവം പുലർത്തുന്ന ഒരു പുരുഷൻ. ഫെമിനിസത്തിന്റെ ആദ്യത്തെ പടി തന്നെ ആ ലവ് സ്റ്റോറിയിൽ തകരാണ്. കാരണം എന്താണ്? സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ആധികാരികതക്ക് കീഴ്പ്പെടേണ്ട, അല്ലെങ്കിൽ ആധികാരികതക്ക് ഉള്ളിൽ ഒതുങ്ങേണ്ട, അങ്ങനെ ഒരു ചിന്ത, ഒരു വിധേയത്വ ചിന്ത വരേണ്ടതില്ലാത്ത ഒരു വർഗമാണ് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെമിനിസം. അങ്ങനെ ഒരു സബ്മിസീവായ ചിന്ത പോലും സ്ത്രീക്ക് പാടില്ല. പുരുഷന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഭൗതികമായിട്ടുള്ള സുപ്രീമസി അംഗീകരിക്കുന്ന ഒരു ചിന്ത പോലും ഒരു സ്ത്രീക്ക് പാടില്ല. എന്നിട്ടോ ഫെമിനിസത്തിന്റെ മാതാവ് പ്രേമത്തിൽ അകപ്പെടുന്നത് തന്നെ സാർത്രയുടെ അങ്ങേയറ്റത്തെ ബുദ്ധിയും സാമർഥ്യവും കണ്ടിട്ടാണ്. എന്നിട്ടോ ആ ക്ലാസ്സിൽ ദിവസം മുഴുവനും സംവാദങ്ങളിൽ ഞാൻ സാർത്രയ്ക്കെതിരെ നിലയുറപ്പിച്ചു. എത്ര സംവാദം നടത്തിയാലും ബുദ്ധിപരമായി എന്നെ കീഴടക്കുന്ന ഒരു മനുഷ്യനേ ഉള്ളൂ, അത് സാർത്രയാണ്. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അതിലും 2ാം സ്ഥാനം ആണ് ഡെബോയ്ക്ക്, 1ാം സ്ഥാനം സാർത്രയ്ക്ക് തന്നെ. അപ്പൊ തന്നെ പരാജയപ്പെടുത്തുന്ന ഒരാളെ എന്തിനാണ് ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നത്? അപ്പോ അതിന് അടിക്കുറിപ്പ് എഴുതിയ ചില സ്ത്രീകൾ തന്നെയാണ്, നമ്മൾ പുരുഷന്മാർ പറയുന്നതല്ല. അപ്പൊ ചില അടിക്കുറിപ്പ് എഴുതിയ ആളുകളിൽ ചിലർ നിരീക്ഷിച്ചു, അത് സ്ത്രീകളുടെ ഒരു പ്രകൃതമാണ്. തന്നേക്കാൾ പ്രഭാവം പുലർത്തുന്ന, തന്നേക്കാൾ ആധികാരികത പുലർത്തുന്ന ഒരു പുരുഷനോട് ആകർഷണീയത തോന്നുക എന്നുള്ളത് സ്ത്രീയുടെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ അവർ എഴുതുന്നുണ്ട്, നമ്മൾ എഴുതിയല്ല. അപ്പോൾ സ്വാഭാവികമായും ഫെമിനിസത്തിന്റെ മാതാവിന് തന്നെ സാർത്രയുടെ ആധികാരികതയിൽ അങ്ങേയറ്റം ഒരു സബ്മിസീവ്നെസ് അനുഭവപ്പെട്ടു എന്നാണ്. അതാണ് അവരുടെ പ്രേമത്തിന്റെ ആരംഭമെന്ന് അവർ തന്നെ പറയാം. പരീക്ഷ പാസ്സായപ്പോൾ 2ാം സ്ഥാനം മാത്രമാണ് എനിക്കുള്ളത് എന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ ആത്മകഥയിലൂടെ നമ്മൾ പോകുമ്പോൾ സാർത്രയെ അവർ പ്രേമിച്ചത് അവരെക്കാൾ ബുദ്ധിയുള്ള, അവരെക്കാൾ കൂടുതൽ പ്രഭാവം പുലർത്തുന്ന, ആധികാരികത പുലർത്തുന്ന ഒരാളായതുകൊണ്ടാണ്. അങ്ങനെ അവർ പ്രേമത്തിലായി. സാർത്രയുമായിട്ട് പ്രേമത്തിലായെന്ന് മാത്രമല്ല, സാർത്രയുമായി പ്രേമത്തിലാവുന്ന സമയത്ത് ഡെബോയുടെ ജീവിതം വളരെ സന്തുഷ്ടമായിരുന്നു. അവള് 2ാം വാള്യത്തിൽ, അവരുടെ ജീവിതകഥയുടെ 2ാം വാള്യത്തിൽ ജീവിതത്തിന്റെ പ്രധാന കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത്, പാരീസിൽ സാർത്ര വരുന്നതും കാത്തിരിക്കുന്ന വീടൊക്കെ ഒരുക്കി, അവിടെ പൂവൊക്കെ വെച്ച് സാർത്രയ്ക്ക് ഉറങ്ങാനുള്ള കിടക്കൊക്കെ ശരിയാക്കി, സാർത്രയ്ക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ ഒരാളെ കാത്തിരിക്കുകയും സ്നേഹിക്കാനും ആശ്രയിക്കാനും ഒക്കെ ഒരാളുണ്ടാവുകയും ചെയ്ത ആ സമയമാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിചയപ്പെടുത്തുന്നത്. സാർത്ര വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യുമായിരുന്നു, എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്ന് 3 പേജോളം വിശദീകരിച്ച് ഡെബോ വിശദീകരിക്കുന്നുണ്ട്. ഒക്ടോബർ പകുതിയിൽ സാർത്ര പാരീസിലേക്ക് മടങ്ങി വന്നപ്പോൾ എൻ്റെ പുതിയ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം തന്നെ കുറിക്കുന്നത് സാർത്രയുടെ വരവാണ്. അപ്പോ അങ്ങേയറ്റം സാർത്രയെ ഡെബോ സ്നേഹിച്ചു, പ്രേമിച്ചു. അയാൾ എൻ്റെതാണ് എന്നുള്ള ആ ഒരു വികാരത്തിൽ ജീവിച്ചു. പക്ഷേ സാർത്ര എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലൈംഗികമായ അച്ചടക്കം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. സാഹിത്യവും ഫിലോസഫിയൊക്കെ അങ്ങോട്ട് പോട്ടെ, ഒരു വ്യക്തിപരമായ ഒരു വിചിന്തനം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു സാർത്ര.
എന്ന് മാത്രമല്ല, ആളുകളോട് യാതൊരു വിധത്തിലും നല്ല രൂപത്തിൽ പെരുമാറുകയോ ഇടപെടുകയോ ചെയ്യാത്തൊരു വ്യക്തി. ഹെൽ ഈസ് അതർ പീപ്പിൾ എന്നാണ് നോ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു നാടകമുണ്ട്. അതിലെ മെയിൻ സന്ദേശം എന്താണ്? ഹെൽ ഈസ് അതർ പീപ്പിൾ. നരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരാണ്. ഞാൻ അല്ലാത്ത എല്ലാവരും എൻ്റെ നരകമാണ്. 3 ആളുകൾ മരിക്കുകയാണ്. മരിച്ചിട്ട് അവര് പരലോകത്തെത്തി. അങ്ങനെ അവര് ഒരു റൂമിലിരിക്കുകയാണ്, ഇതേപോലത്തെ ഒരു റൂം, ആകെ 3 പേരുള്ളൂ. അപ്പൊ അവർ ചിന്തിക്കുകയാണ്, അവരങ്ങോട്ടും കൂടി ചർച്ച ചെയ്യാണ്, നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇങ്ങനത്തെ ശിക്ഷ ആയിരിക്കും കിട്ടുക, അതായിരിക്കും ഇതായിരിക്കും. അവരിങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ പരലോകം എന്താണ്, ശിക്ഷ നീ വരാനുള്ളത് എന്താണ് എന്നാണ് അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവർക്ക് മനസ്സിലായി അവരുടെ ശിക്ഷ എന്താണ്, അവർ തന്നെയാണ്. 3 ആളുകൾ ഒരുമിച്ച് റൂമിൽ പൂട്ടിയിട്ട് അതാണ് ശിക്ഷ എന്ന സന്ദേശം നൽകിയൊരു വ്യക്തിയാണ് സാർത്രേ. അപ്പൊ എത്രത്തോളം നെഗറ്റീവായിട്ട് ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ, ജീവിതം, സഹജീവിതം ഒക്കെ നോക്കിക്കണ്ട ഒരു വ്യക്തിയായിരിക്കും സാർത്രേ. നമ്മൾ ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായിട്ടുള്ള റൊമാൻറ്റിക് ലൈഫ് ഇഷ്ടമുണ്ടായിരുന്നില്ല. റൊമാൻറ്റിക് ലൈഫ് അവിടെ കഴിയാത്തൊരു കാര്യമാണ്. അവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ല, അവരോടൊപ്പം ഇടപെടുകാൻ കഴിയില്ല, അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയില്ല, അവരുടെ ചെലവ് ഏറ്റെടുക്കാൻ കഴിയില്ല, അവരെ നോക്കാൻ കഴിയില്ല. ആകെ കൂടി അവരുമായി ബന്ധപ്പെട്ട് വേണ്ടത് സെക്ഷൽ റിലേഷൻഷിപ്പാണ്, ലൈംഗികമായൊരു ബന്ധമാണ് സാർത്രയ്ക്ക് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ലൈംഗിക ബന്ധം ഒരു സ്ത്രീ അംഗീകരിക്കും. ഞാൻ ഏപ്രിലിൽ പാരീസിലേക്ക് വരുമ്പോൾ നിന്നായിട്ട് ജീവിക്കുക, അത് കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ വേറെ പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കും, അടുത്ത മാസം പോവുകയാണെങ്കിൽ ഞാൻ വേറെ ഒരു പെണ്ണിൻ്റെ ഒപ്പം ആയിരിക്കും ജീവിക്കുക. ഇതൊരു പെണ്ണിനോട് നേരിട്ട് പറഞ്ഞാൽ അവൾ സ്വീകരിക്കും? സ്വാഭാവികമായിട്ടും ആ ഒരു സംഗതി സ്വീകരിക്കൂല. പക്ഷെ സാർത്രേ അവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. സാർത്രേ പറഞ്ഞു, നമുക്കൊരു ഓപ്പൺ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം. ഓപ്പൺ റിലേഷൻഷിപ്പ് വെസ്റ്റേൺ ലിബറൽ ഫെമിനിസ്റ്റ് കൾച്ചറിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഓപ്പൺ റിലേഷൻഷിപ്പ്. എന്താണ് ഓപ്പൺ റിലേഷൻഷിപ്പ്? നിനക്കും വേണമെങ്കിൽ അങ്ങനെ ജീവിക്കുക, നീ വേറെ പുരുഷന്മാരുമായിട്ട് ജീവിച്ചോളൂ, ഞാൻ വരുമ്പോൾ മാത്രം എൻ്റെ ഒപ്പം ഒന്ന് ജീവിച്ചാൽ മതി, ഞാനും ഇഷ്ടമുള്ള സമയത്ത് വേറെ ആൾക്കാരുമായിട്ട് ജീവിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോടു കൂടി. അപ്പൊ പിന്നെ നീതിയായല്ലോ, ന്യായമായല്ലോ എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പരമാബദ്ധാണ് പിന്നെ ആ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു പുരുഷനുമായിട്ട് റൊമാൻറ്റിക് ആയ ലൈഫ് ലീഡ് ചെയ്യാനും അവരുമായി ജീവിക്കാനും ഒരു സ്ത്രീക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു പുരുഷൻ നേരെ തിരിച്ചാണ്. അപ്പൊ 2 പേരെ പ്രകൃതം ഒരേപോലെ ആക്കുക. ഇതുപോലെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഉദാഹരണം പറയലുണ്ട്, വന്യമൃഗങ്ങള് വേട്ടയാടിയിട്ട് മറ്റു മൃഗങ്ങളെ പിടിച്ച് തിന്നും. അതേസമയം ഡൊമസ്റ്റിക് അനിമൽസ് ആണെങ്കിൽ വല്ല പിന്നെ അവശിഷ്ടങ്ങളും പച്ചക്കറികളും അതും ഇതൊക്കെയാണ് തിന്നുക. ഇവര് 2 കൂട്ടരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് 2 കൂട്ടരെ ഇറച്ചി തിന്നോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ പ്രകൃതിപരമായി തന്നെ തെറ്റായ ഒരു സംഗതിയാണെന്ന് നമ്മളല്ല പറയുന്നത്. സൗദി അറേബ്യയിലെ ഫത്വയോ അല്ലെങ്കിൽ ഒരു മൗലവിയുടെ ഫത്വ ഒന്നല്ല. ഡൊണാൾഡ് സിമൻസ് എന്ന് പറയുന്ന എവല്യൂഷണറി സൈക്കോളജിയുടെ പിതാവ് പറഞ്ഞതാണ്. ഒരു ഇങ്ങനെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് 2 വ്യത്യസ്ത തരം സ്പീഷീസുകൾക്ക് ഒരേ അവകാശം കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെബോവ ഒരുപാട് തർക്കിച്ചു. ഓപ്പൺ റിലേഷൻഷിപ്പ് പറ്റൂല, എന്നെ തന്നെ സ്നേഹിക്കണം, വേറെ ആളുകളുടെ അടുത്തേക്ക് പോകാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ഒരുപാട് തർക്കിച്ചുവെങ്കിലും അവസാനം ഞാൻ കീഴടങ്ങേണ്ടി വന്നു എന്നാണ് ഡെബോയുടെ പിന്നെ ജീവചരിത്രത്തിൽ പറയുന്നത്. അപ്പോ അക്ഷരാർത്ഥത്തിൽ താൻ കീഴടങ്ങുകയാണ് ചെയ്തത് എന്ന് ഡെബോ അവിടെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, സെക്കൻഡ് സെക്സ് വായിക്കുന്ന പലരും, ഇപ്പം ജെയിംസ് ടൂളിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഡെബോ ഒരു ഘട്ടത്തിൽ സാർത്രയിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നും സാർത്രയുടെ നിർബന്ധപൂർവം അബോർഷൻ ചെയ്യാണ് ചെയ്തത് എന്നുള്ള സൂചന അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വ്യത്യസ്തങ്ങളായ സ്ത്രീകളുമായി ബന്ധം, ഒരു സ്ത്രീയുമായിട്ട് പിന്നെ ബന്ധം പുലർത്തിയിട്ട് ആ സ്ത്രീയോട് അങ്ങേറ്റം തർക്കിച്ചിട്ട് ഫിലോസഫിക്കലി അല്ലെങ്കിൽ കൾച്ചറലി ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കി അത് ഓപ്പൺ റിലേഷൻഷിപ്പിന് പെണ്ണിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു. എന്നിട്ട് ആ പെണ്ണിന് ഗർഭമുണ്ടായപ്പോൾ അബോർഷൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ആ പെണ്ണിനോട് മറ്റു പെണ്ണുങ്ങളുടെ കഥ പറയുന്നു.
അതൊക്കെ ഉണ്ട്. നിങ്ങൾ സെക്കൻഡ് സെക്സ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഡെബോയുടെ ആത്മകഥ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, മറ്റു പെണ്ണുങ്ങളെ സൂചനാ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട്, ഇപ്പം മിസ് എം എന്ന് പറഞ്ഞിട്ട് മറ്റു കാമുകികളെ കഥയൊക്കെ ഡെബോ പറയുന്നുണ്ട്. അപ്പോ ആ പെണ്ണ് പരാതി പറയാണ്, എന്റെ അടുത്ത് സാത്രെ ചെലവഴിക്കുന്നില്ല സമയം എന്ന് പറഞ്ഞിട്ട് സാത്രെ ചെയ്യുന്ന ക്രൂരത മിസ് എം ആരോട് പറയുന്നു? ഡെബോനോട് പറയുന്നു. ഡെബോ ആ പെണ്ണിനോട് സിമ്പതി തോന്നിക്കൊണ്ട് എഴുതുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു ട്രാപ്പിൽ, ഒരു ലവ് ട്രാപ്പിൽ അകപ്പെട്ട, ഒരിക്കലും അയാളെ മറക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും അയാളിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ല. പക്ഷെ അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വഴിവിട്ട, ലൈംഗികമായ ഒരു അച്ചടക്കവും ഇല്ലാത്ത, ഒരു സ്നേഹവും ഇല്ലാത്ത, എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരീസിലേക്ക് വരുന്ന സമയത്ത് സാർത്രെ അവിടെ വേറൊരു സ്ത്രീയുമായിട്ടാണെങ്കിൽ ആ നാട്ടിലേക്ക് പോലും വരാനോ സന്ദർശിക്കാനോ സംസാരിക്കാനോ പാടില്ല എന്ന നിയമം സാർത്രെ വെച്ചിരുന്നു. ഇനി ഒരു ചോദ്യം, ഇങ്ങനെ ഒരു പുരുഷൻ ഈ സ്ത്രീ വിരുദ്ധനായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയുടെ പ്രഭാവമായ ഒരു പുരുഷനായിട്ട് ഒരു സ്ത്രീക്ക് ചിലപ്പോ സാർത്രെയെ തോന്നിയിരിക്കും. ഇങ്ങനെ ഒരു പുരുഷൻ, ഇങ്ങനെ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ആവുന്നത് ഒരു സ്ത്രീ അംഗീകരിക്കുമോ? ഒരു സ്ത്രീക്ക് അത് ഓക്കെ എന്ന് പറയാൻ പറ്റുമോ? അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലൊരു പൊസിഷനാണ് എന്ന് പറയാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അപ്പോ സാർത്രെയുടെ ഈ സ്ത്രീ വിരുദ്ധത സ്ത്രീകൾ സ്വാഭാവികമായിട്ടും, പുരുഷന്മാരെന്തായാലും ഉണ്ടാവും, അതേസമയം സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാളുടെ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കൂല. സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ അംഗീകരിക്കില്ല, ഇങ്ങനെ ഒരു നടപടിയെ അംഗീകരിക്കില്ല. എങ്കിൽ സ്ത്രീകളെ കൊണ്ട് ഈ പറഞ്ഞ സംസ്കാരം, ഈ സ്ത്രീവിരുദ്ധമായ സംസ്കാരം, അത് സ്ത്രീകളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ എന്ത് ചെയ്യണം? സ്ത്രീ പറയണം, ഇയാൾ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല, ഇയാൾ എന്നോടും മറ്റ് സ്ത്രീകളോടും ചെയ്യുന്ന, അവരോട് വെച്ച് പുലർത്തുന്ന ജീവിത രീതി, സമീപനം, അതിലൊരു തെറ്റുമില്ല, അത് വളരെ നാച്ചുറലാണ്, വളരെ പ്രോഗ്രസീവാണ് എന്ന് സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കണം. എന്ത് ചെയ്യും? അതിനുണ്ടാക്കിയൊരു സാധനമാണ് ഫെമിനിസം. സ്ത്രീകളെ കൊണ്ട് തന്നെ പുരുഷന്മാരുടെ ചൂഷണ ഉപാധികൾ അംഗീകരിപ്പിക്കുന്ന രീതിയിൽ ഒരു സംസ്കാരം ഉണ്ടാക്കുകയും അത് പുരോഗമനാത്മകമായ ഐഡിയോളജിയാണെന്ന് അംഗീകരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാർത്രെ യഥാർത്ഥത്തിൽ ചെയ്തത്. സാർത്രെ എന്താണ് ചെയ്തത്? ഒരു ഗാർഹികമായി ജീവിക്കാൻ, കുടുംബപരമായി ജീവിക്കാൻ, വൈവാഹിക ദാമ്പത്യ ജീവിതം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ, സാർത്രെയുടെ ജീവിതത്തെ ഐഡിയോളജിക്കലി വളരെ സുപ്പീരിയർ ആയൊരു ജീവിതമാണ്, അത് വളരെ പുരോഗാത്മകമായ ജീവിതമാണ് എന്ന് അംഗീകരിപ്പിക്കാൻ വേണ്ടി സാർത്രെ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് ഡെബോയുടെ നേരത്തെ പറഞ്ഞ അതേ പുസ്തകത്തിൽ തന്നെ ഡെബോ വ്യക്തമായി പറയുന്നുണ്ട്. സന്തോഷത്തിന്റെ സ്തംഭനാവസ്ഥയിൽ അവൾ തികച്ചും സംതൃപ്തയായിരുന്നു. വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജീവിതമായിരുന്നു സാർത്രെയോടൊപ്പം ആദ്യ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്ന സമയത്തുണ്ടായിരുന്നു. ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നതിന് മുമ്പ് അവർ ജീവിച്ചിരുന്നത്. ഗാർഹികതയെ ഇഷ്ടപ്പെടാൻ അവൾ ആരംഭിച്ചു. അവൾക്ക് ഡൊമസ്റ്റിക് ലൈഫ് മതി, ഒരു കുടുംബമായിട്ട് ജീവിച്ചാൽ മതി, കുട്ടിയായിട്ട് ജീവിക്കുക, അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കുന്നത്. ആരുപോലും മദർ ഓഫ് ഫെമിനിസം പോലും അതാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, അതാണ് അവർ സ്നേഹിച്ചിരുന്നത്. അവർക്ക് അങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്. ഒരു കുട്ടി വേണം, ഭർത്താവ് വേണം, കുടുംബം വേണം, ഇതാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ സാർത്രെ അവൾക്കെതിരെ തിരിഞ്ഞു, അവളെ കൊച്ചാക്കി സംസാരിച്ചു. നീ ചെറിയ ആശയങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കുന്നു, നിന്റെ ചിന്തകളൊക്കെ ഇപ്പോൾ വളരെ ചെറുതാണ്, പ്രോഗ്രസീവ് അല്ല, ഒരു താഴ്ന്ന തരം പണ്ടത്തെ വീട്ടമ്മമാരുടെ ചിന്തയാണ് നിനക്കുള്ളത്. ഇതൊക്കെ ആരാ പറയുന്നത്? സാർത്രെ ഡെബോയിനോട് പറയാം. എന്നിട്ട് സാർത്രെ പറഞ്ഞു, നീ ഒരിക്കലും ഒരു വീട്ടമ്മായി മാറരുത്, നീ വളരെ വിശാലമായ മനസ്കതയുള്ള ഒരു സ്ത്രീയായി മാറണം. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഡെബോയ് പറയാണ്, ഇങ്ങനെ അവനെ നിരാശപ്പെടുത്തുന്നതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. സാർത്രെയൊക്കെ എന്നെ വിമർശിക്കണം, ഞാൻ അങ്ങനെ ഗാർഹികമായ ഒരു കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന പെണ്ണായതുകൊണ്ട് സാർത്രെക്ക് ഇപ്പം എന്നോട് ഇഷ്ടമല്ല. അപ്പോൾ സാർത്രെ എങ്ങനെയും തൃപ്തിപ്പെടുത്തണം, ഡെബോയ് പറയാണ്. അപ്പോൾ സാർത്രെയോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്?
അപ്പോൾ സാർത്രേ പറഞ്ഞു, നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ കുറെ എഴുതണം, കുറെ പഠിക്കണം. എന്താണ് എഴുതേണ്ടത്, പഠിക്കേണ്ടത്, അതും സാർത്രേ പറഞ്ഞു കൊടുത്ത്. എന്താണ് നീ പിന്നെ എഴുതേണ്ടത്, പഠിക്കേണ്ടത്, എന്താണ് നീ ഫിലോസഫിക്കലി പ്രീച്ച് ചെയ്യേണ്ടത്? നീ ഒരു സ്ത്രീയും പുരുഷനും വളർത്തേണ്ട രീതിയിൽ, വ്യത്യസ്തമായ രീതിയിലാണ് നിന്നെ വളർത്തിയിട്ടുള്ളത്. സ്ത്രീയെ വളർത്തുന്ന രൂപത്തിലാണ് വളർത്തിയത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയത്. നിനക്ക് എൻ്റെ ഓപ്പൺ റിലേഷൻഷിപ്പ് അംഗീകരിക്കാൻ പറ്റാത്തത്, നീ ഗാർഹിക ജീവിതവും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നത്, അത് അങ്ങനെ നിന്നെ വളർത്തിയതുകൊണ്ട്, ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നുകൊണ്ടാണ്. അതിനെ വിമർശിച്ചുകൊണ്ട് നീ എഴുതണം. അങ്ങനെയാണ് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതാൻ തുടങ്ങിയത്. പ്രത്യയശാസ്ത്രപരമായി, അതുപോലെ തന്നെ തത്വശാസ്ത്രപരമായി, രാഷ്ട്രീയപരമായി സാർത്രയാണ് എനിക്ക് എല്ലാ ഐഡിയയും പറഞ്ഞു തന്നത് എന്ന് ഡെബോയ തന്നെ പറയാണ്. ഇത് സെക്കൻഡ് സെക്സ് ഇറങ്ങിയതോടുകൂടി യഥാർത്ഥത്തിൽ സാർത്രയാണ് ഈ ഐഡിയോളജി എഴുതിയിരുന്നെങ്കിൽ ആളുകൾ പറയുമായിരുന്നു, ഇത് ഏതോ ഒരു പുരുഷൻ അവന്റെ സ്വാർത്ഥമായ ജീവിതത്തിന് ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് എന്ന് പറയായിരുന്നു. പക്ഷെ അത് സ്വന്തം ഇണയായ ഡെബോയെ കൊണ്ട് എഴുതിപ്പിച്ച് സെക്കൻഡ് സെക്സ് വളരെ വലിയ ഒരു ഫിലോസഫിക്കൽ തിയറിയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക വഴി അത് പെണ്ണുങ്ങളുടെ സംസ്കാരമാക്കി മാറ്റി, പെണ്ണുങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റി, പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാക്കി മാറ്റി. എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഇണക്ക് വേറൊരാളുമായിട്ട് ബന്ധം പുലർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ അതായിക്കോട്ടെ, എനിക്കും അതിനുള്ള അവകാശം ഉണ്ടായാൽ മതി. എനിക്ക് ഗാർഹികമായി ജീവിക്കണമെന്നില്ല, എനിക്കൊരു ആണ് വേണമെന്നില്ല, എനിക്ക് സ്വതന്ത്രമായിട്ട് എനിക്ക് കാഷ്വൽ സെക്സ് മതി എന്നൊക്കെ ചിന്ത ഒരു പുരുഷന്റെ പിന്നെ വൈകാരികതയുമായി ബന്ധപ്പെട്ട, അവന്റെ ആസക്തിയുമായി ബന്ധപ്പെട്ട അതിൽ തനിച്ച ചിന്തയെ സ്ത്രീയിലേക്ക് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഒരു പുരുഷൻ ഉണ്ടാക്കിയ ഐഡിയോളജി ആണെന്നാണ് യഥാർത്ഥത്തിൽ ഈ ലവ് സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചിന്ത, ഇപ്പൊ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ദോഷാണ് ഉണ്ടാക്കിയത്. അവരുടെ സ്വച്ഛമായ പ്രകൃതം, അവരുടെ യഥാർത്ഥ വിശ്വാസം, അവരിഷ്ടപ്പെടുന്ന കൾച്ചർ, അവരിഷ്ടപ്പെടുന്ന ജീവിതം, ആ ജീവിതത്തെ ഒക്കെ ത്യജിക്കാനും അതല്ലാത്ത ഏതോ ഒരു പുരുഷന്റെ മസ്തിഷ്കത്തിൽ നിന്ന് വന്ന ഐഡിയോളജിയെ, സ്ത്രീയുടെ പുരോഗമനാത്മകമായ ചിന്തയാണ്, ഇത് സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ പിന്തിരിപ്പനാണ് എന്ന ചിന്തയിലേക്ക് പരിവർത്തിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ് ഫെമിനിസം. എന്നിട്ട് ഈ ഫെമിനിസം കൊണ്ട് എന്താ ഉണ്ടായത്? അത് യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് അനുകൂലമായി മാറി. പുരുഷന്മാർക്ക് ഗുണകരമായ രൂപത്തിൽ സ്ത്രീയുടെ ജീവിതവും ജീവിതശൈലിയും സ്ത്രീയുടെ ലൈംഗികതയും സംസ്കാരവും ഒക്കെ പുനർപ്രതിഷ്ഠിക്കാനും പുനർനിർമ്മിക്കാനും വേണ്ടി ഫെമിനിസം ഉപയോഗിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈ കൾച്ചറുകളിലുള്ള എല്ലാ സമൂഹങ്ങളിലും പുരുഷന്മാരാണ് കൂടുതൽ സന്തുഷ്ടരും സ്ത്രീകൾ സന്തോഷം കുറഞ്ഞവരുമാണ് എന്ന ഒരുപാട് പഠനങ്ങൾ നമ്മൾ പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് ഉദ്ധരിക്കാം. അങ്ങനെയുള്ള പഠനങ്ങളും പുറത്തു വരാണ്. ഒരു വെസ്റ്റേൺ സമൂഹത്തിൽ ഫെമിനിസ്റ്റുകളാണ് ഞങ്ങൾ ഭൂരിഭാഗവും എന്ന് പറയുന്ന സ്ത്രീകളിൽ ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ കൂടുതലും പുരുഷന്മാരാണ് സന്തുഷ്ടർ. എങ്ങനെയാണ് ഫെമിനിസം വളരുമ്പോൾ പുരുഷന്മാർ സന്തോഷിക്കുന്നത്? എന്തുകൊണ്ട് സ്ത്രീകൾ അവരുടെ സന്തോഷം കുറയുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഫെമിനിസത്തിന്റെ പല ആശയങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമല്ല, നേരെ മറിച്ച് സ്ത്രീകൾക്ക് പ്രതികൂലമാണ്. പക്ഷെ സ്ത്രീകൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താണ്? അത് സ്ത്രീ ശാക്തീകരണമാണ്, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയുള്ളതാണ്. സ്ത്രീകൾ ഇതിനെ എതിർത്തു കഴിഞ്ഞാൽ അവർ പണ്ടത്തെ പഴയ സംസ്കാരം അനുസരിച്ച്, ട്രഡീഷൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പഴഞ്ചൻ പെണ്ണാണ്. ഒരു പഴഞ്ചൻ പെണ്ണല്ലാതെ ഇതിനെ എതിർക്കൂല എന്നുള്ള ഒരു ആശയം ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കി, പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടോ അതിന്റെ ബാക്ക്ലാഷുകൾ തിയറിറ്റിക്കലായി പ്രാക്ടിക്കലായി രണ്ട് രൂപത്തിലും പറയാൻ പറ്റും. അത് താത്വികമായ അതിന്റെ തിരിച്ചടികൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതേസമയം പ്രാക്ടിക്കലായിട്ടുള്ള അതിന്റെ തിരിച്ചടികൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീ സമൂഹത്തിന്, പ്രത്യേകിച്ചും ഫെമിനിസവും അതുപോലെ തന്നെ ലിബറലിസവും ശക്തമായ സമൂഹങ്ങളിൽ സ്ത്രീക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്ത്രീയുടെ ആത്മമൂല്യം, വില, സ്വന്തത്തെ പറ്റിയിട്ടുള്ള വില. മറ്റൊന്ന് സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. മറ്റൊന്ന് അവകാശം. ഇത് മൂന്നുമാണല്ലോ ഫെമിനിസം ഏറ്റവും കൂടുതൽ നൽകുന്നത് എന്ന് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഈ മൂന്ന് കാര്യങ്ങളും
നശിക്കുകയും ഇല്ലാതാവുകയും ചെയ്യാണ് ഫെമിനിസ്റ്റ് ലിബറലിസ്റ്റ് ആശയങ്ങൾ ശക്തമായ പ്രബലമായ സമൂഹങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ദാമ്പത്യം, വിവാഹം, കുടുംബം, സന്താന സംരക്ഷണം, ചെലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീയുടെ അവകാശങ്ങളായിരുന്നു. ആ അവകാശങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല, ആ അവകാശങ്ങൾ ചോദിക്കുന്നത് പിന്തിരിപ്പൻ പെണ്ണുങ്ങളാണ് എന്നുള്ള ഒരു ആശയം ഉണ്ടാക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് അവളുടെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ഈ പറയുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുകയാണ്, ഈ പറയുന്ന ഒന്നും തന്നെ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങളുടെ ഒരു പതിപ്പൊന്നുമല്ല. നമ്മളിവിടെ പറയുന്ന കംപ്ലീറ്റ് ലിബറലിസ്റ്റുകളും എത്തിയിസ്റ്റുകളും ഒക്കെ അംഗീകരിക്കുന്ന ചിന്തകളോ ആശയങ്ങളും പുസ്തകങ്ങളിൽ നിന്നും മാത്രമാണ്. പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സെൽഫ് വാല്യൂ, സെൽഫ് എസ്റ്റീം, അത് അവളുടെ ആ അവകാശം അത് നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ബെറ്റി ഫ്രീഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ സെക്കൻഡ് വേവ് ഫെമിനിസം അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന മോഡേൺ ഫെമിനിസത്തിന്റെ മാതാവായി അറിയപ്പെടുന്ന ബെറ്റി ഫ്രീഡന്റെ ജീവിതം തന്നെ നോക്കുക. ബെറ്റി ഫ്രീഡൻ ആദ്യമായിട്ട് പുസ്തകം എഴുതി യൂറോപ്പിൽ രണ്ടാം തരംഗ ഫെമിനിസം വന്നപ്പോൾ സെക്കൻഡ് സെക്സ് ഇംഗ്ലീഷിലേക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് അത് പ്രചരിപ്പിച്ചു. അവിടെ നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് വിമൻ ഉണ്ടാക്കി. അവിടെ ഫെമിനിൻ മിസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകം എഴുതി. സ്ത്രീയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് കൃത്യമായി അറിയിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകം എന്നൊക്കെ ലോകം മുഴുവൻ ഫെമിനിസ്റ്റുകൾ അങ്ങേയറ്റം ആഘോഷിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഫെമിനിൻ മിസ്റ്റിക്കിലൂടെ ബെറ്റി ഫ്രീഡൻ പറഞ്ഞത്, സ്വന്തം പ്രയത്നം കൊണ്ട് അവൾ ആരാണെന്ന് കണ്ടെത്തുന്നതിനെ മറ്റെല്ലാ സ്ത്രീകൾക്കും നീട്ടി കൊണ്ടുപോകാം. ഞാൻ ആരാണെന്ന് കണ്ടെത്തുന്നവരെ എനിക്ക് ബാക്കിയെല്ലാം നീട്ടിക്കൊണ്ടുപോകാം. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് കണ്ടെത്തലാണ്. ജീവിതം ഊർജ്ജസ്വലമാക്കാൻ, ജീവസുറ്റതായി അനുഭവപ്പെടാൻ അവർക്ക് ആൺകുട്ടിയുടെയോ പുരുഷന്റെയോ പരിഗണനയോ ആദരവോ ആവശ്യമില്ല. ആദ്യമായിട്ട് പറയതാണ്, പുരുഷൻ വേണ്ട, കല്യാണം വേണ്ട, വിവാഹം വേണ്ട, ഭർത്താവ് വേണ്ട, പിതാവ് വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന ആശയമാണ് ബെറ്റി ഫ്രീഡൻ കൊണ്ടുവന്നത്. വിവാഹത്തെ നിശ്ചിതമായി ഫെമിനിൻ മിസ്റ്റിക്കിലൂടെ വിമർശിച്ചു. കല്യാണം കഴിച്ചാൽ അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ എല്ലാ അവകാശങ്ങളും, അവളുടെ എല്ലാ സംതൃപ്തിയും, അവളുടെ ആത്മസാക്ഷാത്കാരവും ഒക്കെ നശിക്കും എന്ന് കുറ്റപ്പെടുത്തി. എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും വളരെ രൂക്ഷമായ വിമർശനങ്ങൾ നോക്ക്. കംഫർട്ടബിൾ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, ഒരു നാസി തടങ്കലിൽ കഴിയുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥയാണ് കുടുംബത്തിൽ, ഭർതൃഗൃഹത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒപ്പം ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ. എന്നുവെച്ചാൽ ജൂതന്മാരെ കൊണ്ടുപോയിട്ട് ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ടതുപോലെയാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ കൊണ്ടുപോയി ഒരു പെണ്ണിനെ ഇടണേ എന്നാണ് ബെറ്റി ഫ്രീഡന്റെ അഭിപ്രായം, പണ്ടത്തെ അഭിപ്രായം. എന്ന് മാത്രമല്ല, പുരോഗമനാത്മകമായ അമാനുഷികവൽക്കരണം, പ്രോഗ്രസീവ് ഡീഹ്യൂമനൈസേഷൻ എന്നാണ് വിവാഹത്തെ അവർ വിളിച്ചത്. ഭാര്യമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കിംഗ് കോപ്സസ്, നടക്കുന്ന ശവങ്ങളാണ്. ഒരു വികാരവും ഇല്ല, ഒരു ഫീലിംഗും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒന്നുമില്ലാത്തൊരു ജീവിയാണ് യഥാർത്ഥത്തിൽ ഒരു കല്യാണം കഴിച്ച പെണ്ണ്. ഇതൊക്കെ ആരാ പറയുന്നത്? ബെറ്റി ഫ്രീഡൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എല്ലാ രൂപത്തിലുള്ള ഗാർഹിക ജീവിതം നയിച്ചിട്ടുണ്ട്. എഴുതുന്ന സമയത്ത് ഭർത്താവ് എന്തോ കാര്യത്തിൽ അവരോട് ഉടക്കിയിട്ടുണ്ടാവും. ആ ദേഷ്യമൊക്കെ എന്ത് ചെയ്യാണ് ഗാർഹിക ജീവിതത്തിനും പേഴ്സണാലിറ്റിക്കോ എതിരായിട്ട് എഴുതാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ്. അത് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് എഴുതുന്ന സമയത്ത് പല കാര്യങ്ങളും എൻ്റെ ചുറ്റുപാട് നടന്നിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതിപ്പോയാണ്. എന്നിട്ട് അവര് കുറെ കാലം അങ്ങനെ നടന്നു. അമേരിക്കയിൽ ഫെമിനിസം തഴച്ചു വളർന്നു. പതിറ്റാണ്ടുകളായി പെണ്ണുങ്ങള് ഫെമിനിൻ മിസ്റ്റിക്കിൽ നിന്ന് ഒരുപാട് കോട്ടുകൾ എടുത്തിടും. എന്നിട്ട് പെണ്ണുങ്ങളെ വിവാഹമല്ല, ജോലി, വളർച്ച, ഭൗതികമായ ഉന്നമനം, ഇതൊക്കെയാണ് നമ്മളെ ലക്ഷ്യം. നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലിയ ലക്ഷ്യം. നമുക്ക് ഭർത്താവ് വേണ്ട, നമുക്ക് ഒരു ആണ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാഷ്വൽ സെക്സ്, ഫ്രീ സെക്സ്, ഇഷ്ടമുള്ള സമയത്ത് ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടുക, ലൈംഗികമായി ബന്ധപ്പെടുക, അത് കഴിഞ്ഞാൽ നമുക്ക് അയാളുമായിട്ട് ബന്ധം വേണ്ടയില്ല. ഇതാരാഗ്രഹിക്കുന്നത്? പുരുഷനാണ് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ പുരുഷന്മാർക്കാണ് അത് വേണ്ടത്. കാരണം ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവള് ഭാര്യയായിരിക്കണം, അവളുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കണം, അവളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണം. ഇതൊക്കെ ഏറ്റെടുക്കാൻ മടിയുള്ള കുറെ പുരുഷന്മാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമായി. അപ്പൊ സ്ത്രീ എന്തായി?
കൂടുതൽ അസന്തുഷ്ടയായ അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ 30 വർഷം അല്ലെങ്കിൽ ഏകദേശം കുറച്ച് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ബെറ്റി ഫ്രീഡൻ തന്നെ അവർക്ക് മനസ്സിലായി ഞാൻ എഴുതിയത് തെറ്റായിപ്പോയി. അങ്ങനെ അവർ വീണ്ടും ഒരു പുസ്തകം എഴുതി. ദ സെക്കൻഡ് സ്റ്റേജ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഫെമിനിസ്റ്റ് ലിബറലിസ്റ്റ് സമൂഹത്തിലെ പെണ്ണുങ്ങൾ അങ്ങേയറ്റം വിഷമത്തിലാണ്, ദുഃഖത്തിലാണ് എന്ന് ഞാനിപ്പോൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പ്രചരിപ്പിച്ചൊരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു ഐഡിയോളജിന്റെ. ആ ഐഡിയോളജിയാൽ പെണ്ണുങ്ങൾ ഇന്ന് വളരെയധികം വിഷമത്തിലാണ് എന്ന് അവർ അംഗീകരിച്ചു. അവർ എഴുതിയ വാചകം ഞാൻ ഇവിടെ വായിക്കാം. ദ ഫെമിനിൻ മിസ്റ്റിക് എഴുതുന്നതിൽ ഞാൻ മുഴുകിയിരുന്ന വർഷങ്ങളിലെല്ലാം എൻ്റെ ചെറിയ മകൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ എൻ്റെ ആൺമക്കൾ ഒരു ചെറിയ ലീഗിലോ ബാസ്കറ്റ്ബോൾ ഗെയിമിലോ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വീട്ടിലെത്തുമ്പോഴോ മാർട്ടീനി ഉണ്ടാക്കുമ്പോഴോ ഞാൻ എഴുതുന്നത് നിർത്തും. കുടുംബത്തോടൊപ്പം അത്താഴം കഴിക്കുക, ഭർത്താവിനോടൊപ്പം തർക്കിക്കുക, സിനിമക്ക് പോകുക, പ്രണയലീലകളിലും രതിയിലും ഏർപ്പെടുക, ശനിയാഴ്ച സൂപ്പർ മാർക്കറ്റിലോ ചന്തയിലോ ഒരു പര്യവേഷണത്തിൽ ഏർപ്പെടുക, ഫയർ ഐലൻഡിലെ കടൽ തീരത്ത് ഒരു മത്സ്യവിഭവ വിരുന്ന് സംഘടിപ്പിക്കുക, ഗറ്റിസ്ബർഗിലെ യുദ്ധകളത്തിലേക്ക് കുട്ടികളെ കളിക്കാൻ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്യാപ് ഹാറ്ററാസിൻ ക്യാമ്പിൽ നടക്കുക. ഇത്തരം കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ഞാനടക്കം പല പഴയ കാല ഫെമിനിസ്റ്റുകളും മുഴുകിയിരുന്നു. ഞങ്ങളതെല്ലാം നിസ്സാരമായി എടുത്തു. അപ്പൊ അവരുടെ സന്തോഷങ്ങളൊക്കെ അവരിപ്പോ കാണാണ്. ഈ സന്തോഷങ്ങളൊക്കെ ഈ പുതിയ കാല ഫെമിനിസ്റ്റുകൾ അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതിനോട് വില ഉണ്ടാവില്ല. അതാണ് ബെറ്റി ഫ്രീഡൻ പറയുന്നത്. ഗാർഹിക ജീവിതം ഞാൻ നയിച്ചിരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നു. ബീച്ചിൽ പോയിരുന്നു, ഭർത്താവായിട്ട് തർക്കിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പരുമായിട്ട് എവിടെയെങ്കിലും പോയി ഉല്ലസിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. അപ്പൊ ഈ സമയത്ത് ഞാൻ ആസ്വദിച്ചിരുന്ന ഗാർഹിക ജീവിതത്തിന്റെ അനുഗ്രഹം അതെനിക്ക് ചെറുതായി തോന്നി. ഞാനിത് പിന്നെ ആസ്വദിക്കുമ്പോൾ തന്നെ ഇതിനെതിരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ടോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ പുതിയ ഫെമിനിസ്റ്റുകൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഫെമിനിൻ മിസ്റ്റിക് വായിച്ചു. അവർ പറഞ്ഞു ഞാൻ കല്യാണമില്ല, എൻ്റെ ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 30, 20കളിൽ വളരെ സന്തുഷ്ടരായ കുറെ പെണ്ണുങ്ങളുണ്ടാവും. അവരെന്ത് ചെയ്തു? കല്യാണം വേണ്ടാന്ന് വെച്ചു, ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറായി. പല ജോലികളിലും വമ്പൻ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട സ്ത്രീകൾ പിന്നീട് ബെറ്റി ഫ്രീഡനെ കാണുമ്പോൾ ഓരോ പരാതിയും പറയാൻ തുടങ്ങി. ഈ സെക്കൻഡ് സ്റ്റേജ്, 2ാം ഘട്ടത്തെ വിശദീകരിക്കുന്ന ഈ പുസ്തകത്തിൽ കംപ്ലീറ്റ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളാണുള്ളത്. ഉദാഹരണത്തിന് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു പെണ്ണ്, പേരൊന്നും ഇവർ കൊടുക്കുന്നില്ല. ആ പെണ്ണ് പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവും ചിന്താകുലരായിരുന്നു ഞാൻ ഗർഭിണിയായ സന്ദർഭത്തിൽ. കുട്ടികളെ ഞങ്ങൾ 2 പേരോടും ജോലിക്ക് തടസ്സമാവും, കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ തടസ്സമാവും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഗർഭഛിദ്രത്തിന് വിധേയയായി. ഇന്ന് പ്രായമായപ്പോൾ ഉദ്യോഗ ജീവിതം അത്ര കൗതുകമൊന്നും തരുന്നില്ല. കോർപ്പറേറ്റ് യന്ത്രത്തിലെ ഒരു ചക്രപ്പല്ല് മാത്രമായി അനുഭവപ്പെടുകയാണ്. 3ഉം 6ഉം വയസ്സുള്ള മക്കളുമായി ജീവിക്കുന്ന എൻ്റെ സഹോദരിയെ കാണുമ്പോൾ എനിക്കിന്ന് അസൂയ തോന്നുന്നു. ബെറ്റി ഫ്രീഡനെ വിളിച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് ആയ ഒരു വമ്പൻ സക്സസ്ഫുൾ ആയ ഒരു പെണ്ണ് പറയാണ്, എൻ്റെ അനിയത്തി എന്ത് ചെയ്തു? ഗാർഹിക ജീവിതം തിരഞ്ഞെടുത്തു, അവർക്ക് 2-3 മക്കളുണ്ട്, അവരെ കാണുമ്പോൾ ഇപ്പം എനിക്ക് അസൂയാവാണ്. ഇതൊരു ജോലി മാത്രമല്ലേ എന്ന് എനിക്കിപ്പോൾ അനുഭവപ്പെടാണ്. 30 കഴിഞ്ഞ ന്യൂയോർക്കിലെ ഒരു ഫെമിനിസ്റ്റ് ബെറ്റി ഫ്രീഡനോട് ചൂടായി. വളരെ തർക്കിച്ചുകൊണ്ട് അവർ പറയാണ്, നിങ്ങളൊക്കെ ഇതെല്ലാം ആസ്വദിച്ചിട്ട്, ഗാർഹിക ജീവിതവും മക്കളും ഭർത്താവും ഒക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾ അതിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞു. 30കളിലെത്തിയ ന്യൂസ് ഷോയുടെ നിർമ്മാതാവായ ഒരു പെണ്ണ്, ഒരു വിജയിനി, പിന്നെ ബെറ്റി ഫ്രീഡനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചെയ്തതുപോലെ നീ ചെയ്യരുത് മകളെ, എനിക്ക് പറ്റിയ അമളി നിനക്കും പറ്റരുത്, നീ ഒരു കരിയർ ഉണ്ടാക്കണം എന്ന് എൻ്റെ അമ്മ എന്നോട് എപ്പോഴും ഉപദേശിക്കുകയായിരുന്നു. അതാണ് അന്നത്തെ ഫെമിനിസ്റ്റുകളുടെ അത്. ഫെമിനിസ്റ്റുകൾക്ക് കുടുംബമുണ്ട്, ഗാർഹിക ജീവിതമുണ്ട്, മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. എല്ലാത്തിനും പ്രയാസമുണ്ട്. അപ്പൊ ഒരു ഉദ്യോഗ ജീവിതമാണെങ്കിൽ അതിൽ പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉദ്യോഗം വേണ്ടാന്നാക്കൂല. ഇനി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ പ്രയാസം ഉണ്ടാവില്ല, ഭക്ഷണം വേണ്ടാന്ന് നമ്മളൊക്കെ ഇല്ല. നമ്മൾ എന്ത് തിരഞ്ഞെടുത്താലും എല്ലാത്തിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ മാത്രം കാണിച്ചിട്ട് ചില അമ്മമാര്, ഫെമിനിസ്റ്റുകളായ അമ്മമാര് പറഞ്ഞ്, നീ ഞാൻ ചെയ്ത പോലെ ചെയ്യരുത്, ചെറുപ്പത്തിൽ കല്യാണം കഴിക്കരുത്, നിനക്ക് സ്വന്തമായി ജോലി വേണം, പുരുഷനെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണം, അങ്ങനൊക്കെ ഒരു ജീവിതം തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാനൊരു ടോക്ക് ഷോ തുടങ്ങി, ഞാൻ വമ്പൻ സക്സസ് ആണ്. പക്ഷെ ഇന്ന് ഞാൻ പുരുഷന്മാരെ പോലെ തന്നെ ഒരു സ്ത്രീയെ എനിക്കും ഈ ജോലികളിൽ ചെയ്യാൻ കഴിയുമെന്ന് വർഷങ്ങളോളം തെളിയിച്ച് തളർന്ന ശേഷം
ഇപ്പോൾ ഒരു സ്ത്രീ എന്ന സ്വത്വബോധം വളരെ തീക്ഷ്ണമായി എന്നിൽ ജ്വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കൊരു കുട്ടി വേണമെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ഫെമിനിസ്റ്റുകളും ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് കല്യാണം വേണ്ട, കുടുംബം വേണ്ട എന്നൊക്കെ വിചാരിച്ച് ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ജീവിതം നയിച്ചവര് 30 വയസ്സെത്തുമ്പോൾ പിന്നീട് ആ 20കളിലുള്ള അട്രാക്ഷൻ ഒന്നും തോന്നില്ല. പുരുഷന്മാരൊന്നും കൂടുതൽ മൈൻഡ് ചെയ്യുന്നില്ല. ആരവങ്ങളൊക്കെ വളരെ കുറഞ്ഞു. പിന്നെ തിരിച്ചറിയാൻ തുടങ്ങി. 10 വർഷം ഒരു ജോലി ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാം ഇതൊരു ജോലിയാണ് എന്ന തിരിച്ചറിവ് വരും. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 30 വയസ്സെത്തുന്നതോടുകൂടി ഫെമിനിസ്റ്റുകളുടെ ഒക്കെ മനസ്സ് മാറാണ്. ഇത്രത്തോളം പരാജിതമായൊരു ഐഡിയോളജി വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഫൗണ്ടിങ് ഫൗണ്ടിങ് മദേഴ്സ് തന്നെ ഞങ്ങൾ പറഞ്ഞത് തെറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയോളജി വേറെ എവിടെയും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും പരാജയം ഏറ്റുവാങ്ങിയ ഒരു സംഗതിയാണ്. അപ്പൊ ബെറ്റി ഫ്രീഡൻ ഈ കഥകളൊക്കെ കേട്ടിട്ട് പറയാണ്, ആജീവനാന്ത പിന്തുണയ്ക്കായി ഇനി ഭർത്താക്കന്മാരെ ആശ്രയിക്കാൻ കഴിയാത്ത വീട്ടമ്മമാരുടെ അരക്ഷിതാവസ്ഥ വളരുന്നതിന്റെ പേരിൽ അമേരിക്കൻ വനിതാ പ്രസ്ഥാനങ്ങൾ കുറ്റപ്പെടുത്തുന്നു എന്നതും അവൾ കേൾക്കുന്നു. കുടുംബ വ്യവസ്ഥയുടെ ശിഥിലീകരണം, വർദ്ധിച്ചു വരുന്ന വിവാഹമോചന നിരക്ക്, യുവാക്കളുടെ അനാസ്ഥയും ധാർമ്മിക തോന്നിവാസവും തുടങ്ങിയ എല്ലാത്തിന്റെയും സ്രോതസ്സായി ഫെമിനിസം പരിചയപ്പെടുത്തുന്നു. ഈ വിമർശനങ്ങൾ ശത്രുപ്രചരണത്തിന്റെ ഭാഗമാണെന്ന് വാദിച്ച് തോളിലെ പൊടി തട്ടിപ്പോകാൻ കഴിയില്ലെന്ന് അമേരിക്കയിലെ 2ാം തരംഗ ഫെമിനിസ്റ്റിന്റെ മാതാവായ ബെറ്റി ഫ്രീഡൻ തിരിച്ചറിയാണ്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കിപ്പം ധാർമ്മിക ബോധമില്ല. സ്ത്രീയെ മര്യാദക്ക് നോക്കണമെന്നുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ധാരണയോ ചിന്തയൊന്നുമില്ല. ഒക്കെ നഷ്ടപ്പെട്ട് വെറും ലൈംഗികവൽക്കരിക്കപ്പെട്ട സ്ത്രീയുടെ ചിത്രം മാത്രമേ പുരുഷന്റെ മനസ്സിലുള്ളൂ, ആൺകുട്ടികളുടെ മനസ്സിലുള്ളൂ. പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK നടക്കുന്ന ഡിവോഴ്സുകളിൽ വിവാഹത്തിൽ പകുതിയും ഡിവോഴ്സിൽ അവസാനിക്കുകയാണ്. 2/1 ഡിവോഴ്സിൽ അവസാനിക്കുകയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാളുമായിട്ട് ജീവിതം ശരിയായി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആദ്യത്തെ പോലെ ഇഷ്ടമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക. ഈ പ്രവണതകളൊക്കെ ആരംഭിച്ചപ്പോൾ സ്ത്രീകളെല്ലാവരും അസന്തുഷ്ടരാവാണ് ചെയ്തത്. അവർക്ക് ഒരു സന്തോഷവും ഇല്ലാതാവാണ് ചെയ്തത് എന്ന് ബെറ്റി ഫ്രീഡൻ തിരുത്തിക്കൊണ്ട് ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന പുസ്തകം എഴുതാണ്. എന്നിട്ട് അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന്റെ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഭാഗം അവൾ മാതാവാവുക എന്നുള്ളതാണ്, കുട്ടികളെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റു പെണ്ണുങ്ങൾക്ക് നിരസിക്കുകയാണ് എൻ്റെ പുസ്തകത്തിലൂടെ ചെയ്തത് എന്ന് പറയുന്ന ഒരു മാപ്പുകുറിപ്പാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു ഫെമിനിസ്റ്റ്, ലോകത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ജർമൻ ഗ്രീർ എന്ന് പറയുന്ന സ്ത്രീ. അവര് ദ ഫീമെയിൽ യൂണക്ക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഒരു സ്ത്രീയാണ്. അവരുടെ ഫീമെയിൽ യൂണക്ക് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഫെമിനിസത്തിന്റെ ഒരു വലിയ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ട്, എമിനന്റ് ആയിട്ടുള്ള പുസ്തകമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ്. അത് എഴുതിയ ജർമൻ ഗ്രീർ എന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെ 30 വർഷത്തിന് ശേഷം അവര് ദ ഹോൾ വുമൺ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതാണ്. ദ ഹോൾ വുമൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യം പുരുഷൻ വേണ്ട, കല്യാണം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറഞ്ഞ അതേ സ്ത്രീ തന്നെ ദ ഹോൾ വുമൺ, ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ സമ്പൂർണയായ ഒരു സ്ത്രീ ആവണമെങ്കിൽ അവൾക്ക് ഭർത്താവ് വേണം, കുട്ടികൾ വേണം, കുടുംബം വേണം എന്ന് തിരുത്തെഴുതി. ഇത് കേട്ടപ്പോൾ പുതിയ ഫെമിനിസ്റ്റുകളിൽ ഭൂരിഭാഗം അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവര് വളരെ വ്യക്തമായിക്കൊണ്ട് ഒരു മടിയുമില്ലാതെ അവർ പറഞ്ഞു, സ്ത്രീകളുടെ ജീവിതം ലിംഗവിപ്ലവത്തിന് ശേഷം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി പരിണമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് സക്സസ് ഒക്കെ കഴിഞ്ഞ് പുരുഷന്റെ പോലെ തന്നെയാണ് സ്ത്രീയും എന്നൊക്കെ തെളിയിച്ച്, പുരുഷന്റെ ആവശ്യമില്ല എന്നൊക്കെ തെളിയിച്ച്, കുടുംബം വേണ്ട ഇതൊക്കെ കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ പെണ്ണുങ്ങൾക്ക് അതൊക്കെ വേണമായിരുന്നു എന്ന തിരിച്ചറിവാണ് എനിക്കുണ്ടായിട്ടുള്ളത് എന്ന് അവര് തിരുത്തിക്കൊണ്ട് എഴുതാണ്. വിമോചിതയും സ്വാതന്ത്ര്യവും ആയിരിക്കുമ്പോഴും തെളിവുകൾ കാണിക്കുന്നത് അത് സ്ത്രീകളുടെ ജീവിതത്തെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. 30 വർഷം മുമ്പ് ഞങ്ങൾ സ്ത്രീകൾ പാനിക് അറ്റാക്കിനെ കുറിച്ചോ അനറക്സിയെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിയായിരുന്നില്ല. ഇപ്പോ അങ്ങനത്തെ രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ സ്ത്രീകൾക്ക് കണ്ടുവരാണ്. ഇതിനൊക്കെ കാരണം ഫെമിനിസമാണ് എന്ന് ഫെമിനിസം ഉണ്ടാക്കിയ ഫെമിനിസത്തിന്റെ മാതാക്കൾ തന്നെ തിരുത്തി.
ഇപ്പൊ ഇന്നത്തെ നമ്മളെ കേരളത്തിലെ ഫെമിനിസ്റ്റുകളൊന്നും ഇതറിഞ്ഞിട്ടേ ഇല്ല. ഇനി ഈ നാട് കുട്ടിച്ചോറാക്കി ഇവിടുത്തെ പെണ്ണുങ്ങളുടെ എല്ലാം സമാധാനം കളഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയാണ്. ഈ തെറ്റ് ആവർത്തിക്കാതെ ആ തെറ്റ് സംഭവിച്ച, തെറ്റ് ഓൾറെഡി നടന്നൊരു സമൂഹമുണ്ട്, ആ സമൂഹത്തെ പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. എന്നിട്ട് ഈ ഫെമിനിസ്റ്റ് മാതാവായ അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ പ്രചാരകയായ അപ്പോളിസ്റ്റ് ആയിട്ടുള്ള ജെർമൈൻ ഗ്രേവ് അവരുടെ പാസ്റ്റ് നിങ്ങളൊക്കെ മാരേജ് എന്ന് പറഞ്ഞാൽ അത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എൻസ്ലേവിംഗ് വിമൺ അണ്ടർ പാട്രിയാർക്കിയുടെ കീഴിൽ പെണ്ണുങ്ങളെ അടിമവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു പ്രസ്ഥാനമാണ് മാരേജ് എന്ന് പറയുന്നത് എന്നാണ് മുമ്പ് എഴുതിയത്. എന്ന് മാത്രമല്ല എ വുമൺ വിത്തൗട്ട്, വളരെ രസകരമായ അവരുടെ ഒരു പ്രയോഗം, പാസ്റ്റിലെ പ്രയോഗമാണ് കേട്ടോ. 30 വർഷം മുമ്പ് ദ ഫീമെയിൽ യൂണിക് എഴുതുന്ന സമയത്ത് അവരുടെ പ്രസ്താവനയാണ്. എ വുമൺ വിത്തൗട്ട് എ മാൻ ഈസ് ലൈക്ക് എ ഫിഷ് വിത്തൗട്ട് ബൈസിക്കിൾ. ഒരു ആണില്ലാത്ത പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കിൾ ഇല്ലാത്ത മീന് പോലെയാണ്. മീനിനെന്തിനാ സൈക്കിൾ? മീന് വെള്ളത്തിലല്ലേ. അപ്പൊ ആ മീനിനെ കൊണ്ടുവന്നിട്ട് കരയിൽ കൊണ്ടുവന്ന് എന്നിട്ടൊരു സൈക്കിൾ കൊടുത്തിട്ട് ഇതൊരു ചവിട്ട് എന്ന് പറയുന്ന പോലെയാണ് കല്യാണം കഴിപ്പിക്കൽ എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ 30 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാചകം വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന 2000 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അവർ പറയുന്ന വാചകങ്ങൾ നോക്കിട്ട. ഐ വാസ് ഡെസ്പറേറ്റ് ഫോർ എ ബേബി ആൻഡ് ഐ ഹാവ് മെഡിക്കൽ ബിൽസ് ടു പ്രൂവ് ഇറ്റ്. ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുകയായിരുന്നു ഇത്രയും കാലം. എനിക്ക് ഒരുപാട് ബില്ലുണ്ട് ഇത് തെളിയിക്കാൻ. ഒരുപാട് ആളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച് നടക്കണില്ല. കാരണം എന്താണ്? കാലം കഴിഞ്ഞ് കല്യാണം കഴിക്കേണ്ട സമയത്ത് കല്യാണം കഴിച്ചില്ല. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല, കുട്ടി പോലും ഉണ്ടാവുന്നില്ല. I still have pregnancy dream, waiting with vast joy and confidence for something that will never happen. ഞാൻ ഇപ്പോഴും സ്വപ്നം കണ്ടെണീക്കും എനിക്ക് കുട്ടിയുള്ളതായിട്ട്. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരിക്കലും നടക്കാത്ത ആ കുട്ടി എന്ന് പറയുന്ന സ്വപ്നം, കുടുംബം എന്ന് പറയുന്ന സ്വപ്നം, വിവാഹം എന്ന് പറയുന്ന സ്വപ്നം, ഇതൊന്നും നടക്കൂല എന്ന് എനിക്കറിയാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് എന്ന് 30 വർഷത്തിന് ശേഷം വമ്പൻ പരാജയം കുറിക്കുന്ന വാചകങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റിന് പങ്കുവെക്കാണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ഗ്ലോറിയ സ്റ്റൈനം അവരുടെ 66-ാമത്തെ വയസ്സിൽ വിവാഹിതയായി. അതുവരെ വിവാഹത്തിനെതിരായിരുന്നു. 66-ാമത്തെ വയസ്സായപ്പോൾ വിവാഹിതയായി. എന്ന് മാത്രമല്ല, പണ്ടത്തെ ഫെമിനിസ്റ്റുകൾ സ്റ്റൈനമിന്റെ വിവാഹ പോസ്റ്റർ ഇമെയിലായിട്ട് പരസ്പരം കൈമാറിയപ്പോൾ അതിലെ സബ്ജക്റ്റ് വെച്ചിരുന്നത് ഇങ്ങനെയാണ്: ദർ ഈസ് ഹോപ്പ് ഫോർ അസ് യെറ്റ്. നമുക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, നമ്മളെ കല്യാണം നടക്കും. 60-ാമത്തെ വയസ്സെത്തിയ പണ്ടത്തെ മുത്തശ്ശി ഫെമിനിസ്റ്റുകൾ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണം നടന്നിരുന്നെങ്കിൽ എന്ന്. അപ്പൊ കുറെ പുതിയ ഫെമിനിസ്റ്റുകൾ പറഞ്ഞു, ഹോപ്പോ? ആണാണോ ഹോപ്പ്? കുട്ടി വേണോ നമുക്ക് ഹോപ്പ് കിട്ടാൻ? നമുക്ക് കുടുംബം വേണോ ഹോപ്പ് കിട്ടാൻ? എന്ന് പറഞ്ഞിട്ട് സ്റ്റൈനമിനെ പോലെയുള്ള പഴയകാല ഫെമിനിസ്റ്റുകളെയും വിമർശിച്ചുകൊണ്ട് അവരിപ്പോഴും എഴുതി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഫെമിനിസ്റ്റുകൾ, സ്റ്റൈനമിനെ ഇന്ന് വിമർശിച്ച ഫെമിനിസ്റ്റുകൾ 40, 50, 60 ആവുമ്പോൾ ഞങ്ങൾക്കുണ്ടോ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ മെയിൽ അയക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ കണ്ടുപഠിക്കാത്ത, അനുഭവത്തിലൂടെ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. ഈ ഫെമിനിസ്റ്റുകൾ, സ്റ്റൈനം അടക്കമുള്ള, ബെറ്റി ഫ്രീഡൻ അടക്കമുള്ള സ്ത്രീകൾ അട്ടകൾ, ലീച്ചസ് എന്നാണ് ഭാര്യമാരെ വിളിച്ചത്. അതുപോലെ തന്നെ പ്രേയിങ് മെന്റസ്, പച്ചക്കുതിരകൾ, പോയിസണസ് ക്രിയേച്ചേഴ്സ്, പരാന്നഭോജികൾ, പാരസൈറ്റുകൾ എന്നൊക്കെ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ വിളിച്ച അതേ പെണ്ണുങ്ങൾ തന്നെ എനിക്ക് ഹോപ്പുണ്ടോ, എനിക്ക് കുട്ടിയെ കിട്ടോ, എനിക്ക് കുടുംബം കിട്ടോ എന്ന് തിരുത്തി പറയുന്ന അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഫെമിനിസത്തിന്റെ ചരിത്രം. അപ്പോൾ സ്ത്രീയുടെ ഏറ്റവും വലിയ ആത്മശക്തി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് മാതാവാവുക, സന്താനങ്ങളെ പരിപാലിക്കുക, ഭർതൃഗൃഹത്തിൽ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ജീവിതം നയിക്കുക, അതുപോലെ തന്നെ ഗാർഹിക ജീവിതം. ഇതൊക്കെയാണ് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി, അവരുടെ ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം. അത് ഫെമിനിസം നിഷേധിച്ചു പെണ്ണുങ്ങൾക്ക്, ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല, അത് പിന്തിരിപ്പനാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ അതിൽ നിന്നും തെറ്റിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30 കഴിയുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ആ ഒരു ചിന്ത തെറ്റായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വരുന്നത്. അതിന് 2 ഉദാഹരണങ്ങൾ ഞാൻ പറയും. പെണ്ണുങ്ങളുടെ
സാക്ഷാത്കാരം അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ആ ഒരു വാല്യൂ, സെൽഫ് വാല്യൂ നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ 2 ഉദാഹരണങ്ങൾ പറയാം. അപ്പോ കാരൻ ഹോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രോയിഡ് സൈക്കോളജിസ്റ്റ് ആണ്. അവര് ഫ്രോയിഡിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഫ്രോയിഡ് അങ്ങേയറ്റം പുരുഷപക്ഷ വായന സൈക്കോളജിക്ക് നടത്തിയൊരു വ്യക്തിയാണ്. അപ്പൊ ഫ്രോയിഡ് ഉണ്ടാക്കിയൊരു ടേമാണ് പീനസ് എൻവി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അപ്പൊ പീനസ് എൻവിക്ക് എതിരായിക്കൊണ്ട് പിന്നെ കാരൻ ഹോണി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അവര് പരിചയപ്പെടുത്തിയ, ഉണ്ടാക്കിയ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർ പറഞ്ഞതിൽ കുറെ സത്യത്തിന്റെ കണങ്ങളുണ്ട്. അവർ പറഞ്ഞു വോംബെൻവി എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ കൗണ്ടർ സൈക്കോളജി അവർ വെച്ച്. അതെന്താന്ന് വെച്ചാല്, സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഏറ്റവും വലിയ ക്രിയേഷൻ, ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അവള് ജീവിതത്തിൽ നടത്തുന്നുണ്ട്. അത് പ്രസവമാണ്. പ്രസവത്തെക്കാൾ വലിയ ക്രിയേഷൻ, അച്ചീവ്മെന്റ് ഒന്നും പറയാനില്ല. ഈ ലോകത്ത് എവിടെ ആരും ഒന്നും നടത്തുന്നില്ല. ഇപ്പം പിന്നെ നമ്മളൊരു ഡോക്ടറേറ്റ് തിസീസ്, ഒരു പുരുഷൻ ഒരു ഡോക്ടറേറ്റ് തിസീസ് ഉണ്ടാക്കുന്നു, ആ തിസീസ് അവതരിപ്പിക്കുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, PhD തിസീസ് ആരെങ്കിലും വായിക്കും? ആ എക്സാമിനർ അല്ലാതെ, അല്ലെങ്കിൽ ഗൈഡ് പോലും ചിലപ്പം മുഴുവനായിട്ട് വായിച്ചെന്ന് വരില്ല. അപ്പോൾ അത്രയുള്ള ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ക്രിയേഷന്റെ മൂല്യം. അതേസമയം സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ഉണ്ടാക്കുകയാണ്, ഒരു മനുഷ്യനെ പ്രസവിക്കുകയാണ്. ആ മനുഷ്യൻ എന്തൊക്കെ ഈ ലോകത്ത് ഉണ്ടാക്കുന്നു, ആ മനുഷ്യനിൽ നിന്ന് എത്ര മനുഷ്യന്മാരുണ്ടാവുന്നു, ആ മനുഷ്യൻ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം ഈ ലോകത്തിന് കൈമാറുന്നു. ഇത്രയും വലിയൊരു ക്രിയേഷൻ ആർക്കും തരാനില്ല. ഇപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ അച്ചീവ്മെന്റും ക്രിയേഷനും പ്രസവത്തിലൂടെ നടത്തുന്നു. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിയാത്തതുകൊണ്ട് അവന് മനസ്സിലൊരു ജലസി അല്ലെങ്കിൽ എൻവി ഉണ്ടാകുന്നു. അവന് ഇതേപോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതുകൊണ്ടാണ് പുരുഷന്മാർ മറ്റ് മേഖലകളിൽ ഒരുപാട് ക്രിയേഷനുകളും ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് റിലേറ്റീവ്ലി അതിൽ ഒന്നും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അവൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അവൾക്കൊരു മാതാവാവുന്നതിലൂടെ കിട്ടുന്നു, പുരുഷനായി കിട്ടുന്നില്ല. അപ്പോ ദിസ് ഡ്രൈവ് മെൻ ടു സക്സീഡ് ഇൻ അതർ ഏരിയാസ് ഓഫ് ലൈഫ് സച്ച് എസ് ബിസിനസ്, മെഡിസിൻ, ലോ ആൻഡ് പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് പുരുഷന്മാരെല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് പിന്നെ കാരൻ ഹോണി പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇത്ര ഒരു വശത്ത് അതിന് കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലൊരു പോസിറ്റീവായ ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതിനപ്പുറം വേറൊരു സംഭാവന ഉണ്ട്. നമ്മളെ ലിയനാർഡോ പിന്നെ ഒരു ചിത്രം വരച്ച്, ഒരു മൊണാലിസേനെ വരച്ച്. ആ മൊണാലിസ എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ നോക്കിയിട്ട് വരച്ചതാണ്. അത് വലിയ സൃഷ്ടിയായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ മൊണാലിസയെ പ്രസവിച്ച സ്ത്രീയുടെ പിന്നെ സൃഷ്ടിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്ത്രീ എത്രത്തോളം പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത്. പ്രസവം കഴിഞ്ഞിട്ടും മൊണാലിസയെ വളർത്താനും ഒരു പെണ്ണാക്കി മാറ്റാനും ഒക്കെ എത്ര ശ്രമിക്കുന്നു. അപ്പൊ ഈ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്ന, സന്താന പരിപാലനം എന്ന് പറയുന്നതിനേക്കാൾ വലിയ അച്ചീവ്മെന്റ്, വലിയ മൂല്യം ഒരു പെണ്ണിന് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ മൂല്യത്തെ, ഈ അച്ചീവ്മെന്റിനെ തകർക്കാണ് ഫെമിനിസം ചെയ്തത്. പെണ്ണെന്ന് പറഞ്ഞാല് ഇതിനൊക്കെയാണ് എന്ന് പറയുന്നത് ശരിയല്ല, അത് പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്യലാണ് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിന് തോന്നി ശരിയാണ്, ഞങ്ങൾക്കും പറ്റൂലേ ബിസിനസ് നടത്താൻ, ഞങ്ങൾക്കും കഴിയില്ലേ പിന്നെ PhD തിസീസ് ചെയ്യാൻ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു പെണ്ണിന് അതിനപ്പുറം വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. അത് പ്രസവിക്കുക എന്നുള്ളതാണ്, സന്താന പരിപാലനം എന്നുള്ളതാണ്. ഇതൊന്നും മുസ്ലിങ്ങൾ പറയുന്നതല്ല, നേരെ മറിച്ച് സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളും ബയോളജിസ്റ്റുകളും ഇവല്യൂഷണറി സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നതാണ്. ഇവല്യൂഷണറി സൈക്കോളജി എടുക്കുക, റിച്ചാർഡ് ഡോക്കിൻസ് തന്നെ വരട്ടെ. റിച്ചാർഡ് ഡോക്കിൻസ് പറയാണ്, അദ്ദേഹത്തിന്റെ പറയലിന്റെ ആകത്തുക ഞാൻ പറയാം, വാല്യൂ ആൻഡ് മീനിങ് ഓഫ് ബയോളജിക്കൽ എക്സിസ്റ്റൻസ്. ഒരു പെണ്ണിന്റെ ബയോളജിക്കൽ എക്സിസ്റ്റൻസിന്റെ വാല്യൂ, മൂല്യവും അർത്ഥവും യഥാർത്ഥത്തിൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. പ്രസവിക്കുക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് എത്തിയിസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ ബയോളജിസ്റ്റുകൾ തന്നെ പറയാണ്. എവല്യൂഷണറി സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാഖ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ പരിണാമവാദവുമായി കേന്ദ്രീകൃതമായ അവലോകനം സൈക്കോളജിക്ക് നടത്തിയ ഒരു ശാഖയാണ്. ആ ശാഖയിലുള്ള പിന്നെ സയന്റിസ്റ്റുകളെല്ലാം
അവരെല്ലാവരും ബയോളജിസ്റ്റുകളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, പെണ്ണുങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടത് പെണ്ണുങ്ങൾ ഗാർഹിക ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഒന്നുകൂടി സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ പ്രസവം, സന്താന പരിപാലനം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് എന്നാണ്. കാരണം എന്താണ്? പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന് ചെയ്യാൻ കഴിയാത്തൊരു സാധനമാണ്. അത് ഒരു സ്ത്രീക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ മനുഷ്യരിൽ. ആ ഇൻവെസ്റ്റ്മെന്റ് അവരിൽ നിന്നും തട്ടിത്തെറിപ്പിക്കുകയാണ് ഫെമിനിസം ചെയ്തത്. റിച്ചാർഡ് ഡോക്കിൻസിന്റെ വരികൾ ഞാൻ ജസ്റ്റ് വായിക്കാം. നമ്മുടെ സ്വന്തം സമൂഹത്തിന്റെ ഒരു പ്രത്യേകത ലൈംഗികതയുടെ പരസ്യപ്പെടുത്തലും പ്രകടനവുമാണ്. നമ്മൾ കണ്ടതുപോലെ ലിംഗഭേദം നിലനിൽക്കുന്നിടത്ത് പുരുഷന്മാരാണ് ലൈംഗികത പരസ്യപ്പെടുത്തുന്നവർ. സ്ത്രീകൾ അനാകർഷകവുമായിരിക്കും എന്ന് വെച്ചാൽ മറ്റ് സ്പീഷീസുകളിലാണ് ഈ പറയുന്നത്, മനുഷ്യരിലല്ലേ പറയുന്നത്. ഇത് പരിണാമപരമായ അടിസ്ഥാനത്തിൽ ശക്തമായി പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ആധുനിക പാശ്ചാത്യ മനുഷ്യർ ഇക്കാര്യത്തിൽ ഒരു അപവാദമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ജീവജാലങ്ങളെ എടുക്കുക, ഇപ്പൊ സിംഹത്തിൽ ആൺസിംഹത്തെ കാണാനാണോ പെൺസിംഹത്തെ കാണാനാണോ രസം? ആൺസിംഹത്തെ. എന്താ കാരണം? സട അല്ലെ, സട ഉണ്ട്. ഇനി നമ്മള് മയിലില് ആൺമയിലിനാണോ പെൺമയിലിനാണോ കാണാനാണോ രസം? എന്താ കാരണം? മയിൽപ്പീലി അല്ലെ, വലിയ മയിൽപ്പീലി വിടർത്താനും ഡാൻസ് കളിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഡാൻസ് കളിക്കാനാണ് നല്ല രസമാണ്. പക്ഷെ പെണ്ണിനത് കഴിവില്ല. ഇനി കോഴി, പൂവൻകോഴി, പടക്കോഴി, ഏതാ കാണാൻ രസം? പൂവൻകോഴി. കാരണം അതിന്റെ മറ്റേ പൂവും അതുപോലെ തന്നെ വാലും അത് പെൺ പൂവൻകോഴിക്കില്ല. അപ്പൊ ഞാന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നല്ല പറയുന്നത്, ഡോക്കിൻസിന്റെ കറക്റ്റ് വാചകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയമാണ് പറയുന്നത്, അല്ലെ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇവറ്റങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളത്? മറ്റ് സ്പീഷീസുകളിൽ തൊപ്പിയും അതുപോലെ തന്നെ വാലും പീലിയും സടയും ഒക്കെ വന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെക്ഷൽ സെലക്ഷനിലൂടെയാണ് അത് വന്നത്. സ്ത്രീകൾ എന്ന് പറയുന്നത് മറ്റ് ജീവവർഗങ്ങളിൽ അവർക്കാണ് കൂടുതൽ ഡിമാൻഡ്. കാരണം അവർ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരാണ്. പ്രസവിക്കുക, ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സ്റ്റേജാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുക, സന്താനം വരും, ഇതൊക്കെ ചെയ്യുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോ ഒരു എവല്യൂഷണറി സെൻസിൽ എടുക്കുകയാണെങ്കിൽ, പരിണാമവാദപരമായ സെൻസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾക്കാണ് ഡിമാൻഡ്. ഇത് ചെയ്യാൻ ഒരു സ്ത്രീ തയ്യാറാവണം. എന്റെ കുട്ടിയെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ വളർത്താൻ തയ്യാറായ ഒരു സ്ത്രീ വേണം. അത് കിട്ടണമെങ്കിൽ ഞാൻ ഉഷാറാവണം, ഞാൻ അവരെ തേടിപ്പിടിക്കണം, അവർക്ക് എന്നെ തെരഞ്ഞെടുക്കാൻ ഇഷ്ടം തോന്നണം. അതുകൊണ്ട് വളർന്നു വന്നതാണ് ഈ മയിൽപ്പീലി. മയിലുകളിൽ എല്ലാവർക്കും പെണ്ണുങ്ങളുടെ കിട്ടൂല, നല്ല മയിൽപ്പീലി ഉള്ളവർക്കേ കിട്ടുള്ളൂ. അപ്പം മയിൽപ്പീലി ഉയർന്നു വന്നു. പൂവൻകോഴികൾ പരസ്പരം മത്സരിച്ച് അവർ പല ഭംഗികളും ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്ക് പൂവും വാലും വന്നു. എല്ലാ സിംഹങ്ങളും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ തെരഞ്ഞെടുക്കൂല. അപ്പൊ ചില സിംഹങ്ങൾക്ക് സട വരാൻ തുടങ്ങി എന്നൊക്കെയാണ് റിച്ചാർഡ് ഡോക്കിൻസും അതുപോലെ തന്നെ എവല്യൂഷണറി സൈക്കോളജിസ്റ്റും ഒക്കെ പറയുന്നത്. ഇതിനെ സെക്ഷൽ സെലക്ഷൻ എന്നാണ് പറയുക. ഇത് നമ്മൾ പറയുന്ന ആശയമൊന്നുമല്ല. അപ്പോ മനുഷ്യന്മാരിൽ ആർക്കാണ് ഡിമാൻഡ് കൂടുതൽ? പ്രസവിക്കുന്ന സ്ത്രീകളുള്ള സമൂഹത്തിൽ, പ്രസവിക്കുന്ന സന്താന പരിപാലനം നടത്തുന്ന പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമൂഹത്തിൽ സ്ത്രീകൾക്കായിരിക്കും ഡിമാൻഡ് കൂടുതൽ. അവരെ കിട്ടാൻ വേണ്ടി പുരുഷന്മാര് മഹറുമായിട്ട് നടക്കും. അതേസമയം ഈ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ് പിന്നീട് മയിൽപ്പീലി ഉണ്ടാവുക. കാരണം പുരുഷന്മാരെ കിട്ടണം. അപ്പൊ അവർക്ക് മയിൽപ്പീലി ഉണ്ടാവേണ്ടി വരും, അവർക്ക് തൊപ്പി ഉണ്ടാവേണ്ടി വരും, അവർക്ക് പൂവൻകോഴിയുടെ വാലുണ്ടാവേണ്ടി വരും. ഇതൊക്കെ ഏതെങ്കിലും സമൂഹം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ചമയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ചമയിച്ച് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമൂഹത്തിൽ ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് കാരണം അവർ പ്രസവിക്കുകയോ ഗർഭം ധരിക്കുകയോ ഗാർഹിക ജീവിതം നയിക്കുകയോ സന്താനങ്ങളെ പരിപാലിക്കുകയോ ഒന്നും ചെയ്യാത്ത സ്ത്രീകളായോണ്ടാണ്. ഇതാരാ പറയുന്നത്? റിച്ചാർഡ് ഡോക്കിൻസ് പറയാണ്. അദ്ദേഹം പറയാണ്, ചില പുരുഷന്മാർ ആകർഷണീയമായ വസ്ത്രം ധരിക്കുകയും ചില സ്ത്രീകൾ അനാകർഷണീയമായ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു എന്നത് തീർച്ചയായും ശരിയാണ്. എന്നാൽ ശരാശരി നമ്മളുടെ സമൂഹത്തിൽ മയിലിന്റെ വാലിന് തുല്യമായ ആകർഷണഭാവം പ്രകടിപ്പിക്കുന്നത് പുരുഷന്മാരല്ല, സ്ത്രീകളാണ് എന്നതിൽ സംശയമില്ല. വെസ്റ്റേൺ സൊസൈറ്റിയെ
അവലോകനം ചെയ്തുകൊണ്ട് ഡോക്കിൻസ് പറയുന്നതാണ്. സ്ത്രീകൾ അവരുടെ മുഖം ചായം പൂശുകയും കൃത്രിമ കൺപീലികൾ ഒട്ടിക്കുകയും ചെയ്യുന്നു. മയിലിന്റെ പോലെ തന്നെ. മറ്റേ പുരുഷന്മാരാണ് ചെയ്യണമെങ്കിൽ ഇത് സ്ത്രീകളാണ് ചെയ്യുന്നത്. അഭിനേതാക്കളും സർഗാനുരാഗികളും ഒഴികെ പുരുഷന്മാർ അങ്ങനെ ചെയ്യാറില്ല. സ്ത്രീകൾ അവരുടെ സ്വന്തം രൂപഭാവങ്ങളിൽ മിനുങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്. അവരുടെ മാസികകളും ജേണലുകളും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പുരുഷന്മാരുടെ മാഗസീനുകൾ പുരുഷ ലൈംഗിക ആകർഷണത്തെക്കുറിച്ച് വിശകലനങ്ങൾ കുറവാണ്. സ്വന്തം വസ്ത്രധാരണത്തിലും രൂപത്തിലും അസാധാരണമായ താല്പര്യമുള്ള ഒരു പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഒരുപോലെ സംശയം ജനിപ്പിക്കുന്നവരാണ്. ഈ വസ്തുതയിൽ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ജീവശാസ്ത്രജ്ഞൻ പുരുഷന്മാർക്കു വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തെയാണ് താൻ നോക്കിക്കാണുന്നതെന്ന് സംശയിക്കാൻ നിർബന്ധമാകുന്നു. അപ്പോൾ നോക്ക്, വെസ്റ്റേൺ സമൂഹത്തിൽ നടക്കുന്നത് സ്ത്രീകൾക്ക് ഡിമാൻഡ് നശിച്ചിട്ട് സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പൊതുപ്പും തൊങ്ങുകളും അലങ്കാരങ്ങളും ഒക്കെ പിടിപ്പിക്കുന്ന ശൈലിയാണുള്ളത് എന്ന് ഇത് കോട്ട് ചെയ്തിട്ട് ഡൊണാൾഡ് സിമൻസ് എന്ന് പറയുന്ന എവല്യൂഷണറി സൈക്കോളജിയുടെ പിതാവ് അദ്ദേഹം പറയാണ്, ഇതിനൊക്കെ കാരണം രക്ഷാകർതൃത്വ നിക്ഷേപം, പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പാശ്ചാത്യൻ സമൂഹത്തിൽ നഷ്ടപ്പെട്ടതാണ്. കല്യാണം കഴിക്കാൻ തയ്യാറാവാത്ത, ഗർഭം ധരിക്കാൻ ഇഷ്ടമില്ലാത്ത, പ്രസവിക്കാനും സന്താനങ്ങളെ പരിപാലിക്കാനും കുടുംബജീവിതം നയിക്കാനും ഇഷ്ടമില്ലാത്ത സ്ത്രീകളിലാണ് സ്വന്തത്തിനോടുള്ള വാല്യൂ നഷ്ടപ്പെടുന്നത്. അവർക്ക് സ്വയം മൂല്യം തോന്നുന്നില്ല, അവർക്ക് ഡിമാൻഡില്ല. അതുകൊണ്ട് അവർ ഡിമാൻഡ് വരാൻ വേണ്ടി ചമയങ്ങളിലേക്കും സ്വന്തം ബോഡിയിലേക്കും ഉൾവലിയാണ്. ഇപ്പൊ ഫെമിനിസം യഥാർത്ഥത്തിൽ ചെയ്തത് പെണ്ണുങ്ങളുടെ ഇഷ്യൂവിനെ അവരുടെ ബോഡിയിലേക്ക്, അവരുടെ അപ്പിയറൻസിലേക്ക്, അവരുടെ ലുക്കിലേക്ക് ചുരുക്കാണ് ചെയ്തത്. അവരെ സെക്ഷോളജിയിലേക്ക്, അവരുടെ സെക്ഷുവാലിറ്റിയിലേക്ക് ചുരുക്കാണ് ചെയ്തത്. അല്ലാതെ അവളെ ആത്മസാക്ഷാത്കാരത്തിന്റെ വിഹായസിലേക്ക് കൊണ്ടുപോകുന്നല്ല ചെയ്തത്. അവൾ വളരെ വിശാലമായ ഒരു പ്രകൃതിയായിരുന്നു, അവൾ ഏറ്റവും വിശാലമായ ഒരു ജീവിയായിരുന്നു. അതിനെ ചുരുക്കിയിട്ട് ഏറ്റവും സങ്കുചിതമായ, ഡിമാൻഡില്ലാത്ത, വിലയില്ലാത്ത, പുരുഷന്മാർക്ക് വേണ്ടി മത്സരിക്കുന്ന രൂപത്തിൽ, അപ്പിയറൻസിനും ലുക്കിനും വേണ്ടി മത്സരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി എന്ന് എത്തീസ്റ്റ് ആയിട്ടുള്ള മിക്കവാറും ബയോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ്, ഡൊണാൾഡ് സിമൻസ്, ഡാർവിൻ അടക്കം ഈ കാര്യം, സെക്ഷൽ സെലക്ഷൻ എന്നുള്ള തിയറി ആദ്യം അവതരിപ്പിക്കുന്ന ഡാർവിനാണ്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന തിയറി എല്ലാവരും കേൾക്കും. എത്തിസ്റ്റുകൾക്ക് നമ്മളെ രവിചന്ദ്രനൊക്കെ ഒരു മാസമൊക്കെ എടുത്തിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സെക്ഷൽ സെലക്ഷൻ തിയറി ആർക്കും പറയാനില്ല. കാരണം എന്താണ്? അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന്, കൾച്ചറൽ ഐഡിയോളജിയെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന, സ്ത്രീവിരുദ്ധമായിട്ടുള്ള അവരുടെ കൾച്ചറിനെ തുറന്നു കാട്ടുന്ന ഒരു തിയറി ആയതുകൊണ്ട് തന്നെ സെക്ഷൽ സെലക്ഷൻ തിയറി അവർ പറയില്ല. അപ്പോ പാശ്ചാത്യൻ സ്ത്രീകൾ അങ്ങേറ്റം ഉൾവലിഞ്ഞ് അവരുടെ ലുക്കിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുകയും അവരുടെ വിലയൊക്കെ കുറയുകയും അവർക്ക് സെൽഫ് വാല്യൂയോ സെൽഫ് എസ്റ്റീമോ ഇല്ലാതെ ആവുക, അതൊക്കെ തകരുകയാണ് ചെയ്തത്. ഇതിന് ഏറ്റവും നല്ല ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇത് സംഭവിച്ചത്, നമുക്ക് ഒരു ചീറ്റ് ഡേ കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു ചീറ്റ് ഡേ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അതിന്റെ ഒരു കോൺസിക്വൻസ് നിങ്ങൾക്ക് വരൂല. സോഷ്യലി വരൂല, ഇൻഡിവിജ്വലി വരൂല, പൊളിറ്റിക്കലി വരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ കുറച്ച് വിദ്യാർത്ഥികളോട് ചോദിച്ചു. അപ്പൊ അവർ പലതും പറഞ്ഞു. നല്ല രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടാവും, ഇന്ന ചെയ്യാൻ. അപ്പൊ ഇതേ ചോദ്യം 1997 മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രൂക്ക് ആന്റോണറ്റ് ലീ എന്ന് പറയുന്ന സൗന്ദര്യ രാജ്ഞിയോട് ചോദിച്ചു. ഇഫ് യു ഹാഡ് no rules in your life for one day and you could be outrageous, what would you do? എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്തെന്ന് അറിയും? I would eat everything in the world. You do not understand. I would eat everything twice. നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഞാൻ എന്തിലൂടെ കടന്നു പോകണത്. ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ഭക്ഷണവും 2 വട്ടം തിന്നും എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മിസ് യൂണിവേഴ്സായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സോഷ്യലി എത്ര വലിയ സ്റ്റാറ്റസിൽ കഴിയുന്ന ഒരു പെണ്ണാണ്. എന്നിട്ട് ഒരു ആഫ്രിക്കൻ പെണ്ണ് പറയുന്ന വാചകമാണ് ആ പെണ്ണ് പറയുന്നത്. എന്താണ്? എനിക്ക് തിന്നണം, എനിക്ക് തിന്നാൻ പറ്റുന്നില്ല, പട്ടിണിയാണ് അവര് അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു പാശ്ചാത്യൻ സമൂഹത്തിലെ സ്ത്രീ പറയുന്ന അവസ്ഥയിലേക്ക്, പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക്, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് മാനസികമായി ആ പെണ്ണിനെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഇവർ പറയാണ്, ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ വിശാലാക്കി, കണ്ടില്ലേ മിസ് യൂണിവേഴ്സ്,
നിങ്ങളെ പെണ്ണുങ്ങൾ മറച്ചടക്കാണ്. ഹിജാബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒരു ഹിജാബി പെണ്ണിന് ഈ അവസ്ഥ ഉണ്ടാവും. എനിക്കൊരു ഷവർമ്മ കഴിക്കാൻ പറ്റൂല, പേടിനും. ഒരു ഹിജാബി പെണ്ണിന്, ഒരു ഹിജാബ് ഇട്ട പെണ്ണിന് എന്ത് പേടിയാണുള്ളത്? എൻ്റെ ഭർത്താവ് മാത്രമേ എന്നെ കാണാവൂ, എൻ്റെ സൗന്ദര്യം അയാൾക്കുള്ളതാണ്. അതല്ല, ഒരു ചെറിയ കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ വായിൽ വിരലിട്ട് ഛർദ്ദിക്കും. മിക്കവാറും ഈ ഓട്ടോബയോഗ്രഫിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, ആക്ട്രസുകളെ അല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി പാജൻസുകളായിട്ടുള്ള പെണ്ണുങ്ങളുടെ അവരുടെയൊക്കെ ജീവിതം വായിച്ചു നോക്കിയാൽ അവിടെ കാണാം, അവരൊരു കേക്കിന്റെ കഷ്ണം നിന്ന് കഴിഞ്ഞാൽ വിരലിട്ടിട്ട് ഛർദ്ദിക്കും. ഒരു നിലക്കോ ലോറിയും ശരീരത്തിൽ കയറിയ അതിനെപ്പറ്റി പേടിയുണ്ടല്ലോ, കലോറി കയറിയ അതാണ് ഏറ്റവും വലിയ പേടി. ലോറിയേക്കാൾ കൂടുതൽ കലോറിയെ പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് വന്നു. ഒരു തരത്തിൽ എന്നിട്ട് അനോറക്സിയ ഒരു രോഗമാണ്. കേട്ടോ ഞങ്ങള്? അനോറക്സിയ എന്നുള്ള രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടർന്ന് പിടിക്കുകയാണ്. വെസ്റ്റേൺ സൊസൈറ്റിയിൽ കംപ്ലീറ്റ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം, കൂടുതൽ കലോറിയുള്ള ഭക്ഷണം. ന്യൂറോ സയന്റിസ്റ്റ് പറയുന്നത് അനോറക്സിയുള്ള ആളുകൾക്ക് ഓരോ ഭക്ഷണത്തിന്റെയും കലോറി അളക്കാതെ തന്നെ തിരിച്ചറിയാനുള്ള ന്യൂറോ സിസ്റ്റം തലച്ചോറിലുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഓരോന്നും ഇങ്ങനെ അന്വേഷിച്ച് പഠിച്ച് മാഗസീനിലോ അതൊരു നെറ്റിലോ ഒക്കെ നോക്കിയിട്ട് ഇതിനെത്ര കലോറി ഉണ്ട്, മറ്റേതിനെത്ര കലോറി ഉണ്ട്. അവരെ മുമ്പിൽ ഒരു ബിരിയാണി വെച്ചാൽ അവർ കലോറി പറയും, ഇത്ര കലോറി ഇതിനുണ്ട്, അതുകൊണ്ട് ഞാൻ തിന്നൂല. എന്നിട്ട് അത് തിന്നാതെ അനോറക്സിയ എന്ന് പറഞ്ഞിട്ട് രോഗം വന്ന് അതിന്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ നോക്ക്. അങ്ങേയറ്റം ശരീരഭാരം കുറയുകയോ അല്ലെങ്കിൽ വേണ്ടത്ര ഭാരം സിദ്ധിക്കാതിരിക്കുകയോ ചെയ്യുക, വളരെ മെലിഞ്ഞ ശരീരം, അസാധാരണമായ രക്താണുസംഖ്യ, ക്ഷീണം, ഉറക്കമില്ലായ്മ, തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം, വിരലുകളുടെ നീല കലർന്ന നിറം, കനം കുറഞ്ഞതോ പൊട്ടുന്നതോ ആയ മുടി, ശരീരം മൂടുന്ന മൃദുവായ താഴേക്കുള്ള രോമങ്ങൾ, ആർത്തവത്തിന്റെ അഭാവം, മലബന്ധം, വയറുവേദന, വരണ്ടതോ മഞ്ഞ കലർന്നതോ ആയ ചർമ്മം, തണുപ്പ് അസഹ്യമായി അനുഭവപ്പെടുക, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, കുറഞ്ഞ സമ്മർദ്ദം, രക്തസമ്മർദ്ദം, നിർജ്ജലീകരണം, കൈകളിലെ അല്ലെങ്കിൽ കാലുകളുടെ വീക്കം, മരണം. ഏറ്റവും അവസാനം മരണം. നിങ്ങളൊന്ന് ആലോചിക്ക്, മരിക്കാനടക്കം തയ്യാറാണ് ഒരു വെസ്റ്റേൺ വിമൻ. പക്ഷേ കുറച്ച് ഒരു മസാല ദോശ കഴിക്കാൻ ധൈര്യമില്ല. അങ്ങനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ, ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ, പട്ടിണിയിലേക്കും ദാരിദ്ര്യാവസ്ഥയിലേക്കും കൊണ്ടുപോയ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഈ ലിബറൽ ഫെമിനിസ്റ്റ് സമൂഹം വളർത്തിയെടുത്ത ബോഡി കോൺഷ്യസ്, ബ്യൂട്ടി കോൺഷ്യസ്, അങ്ങേയറ്റത്തെ ബോഡി കോൺഷ്യസ്നെസ്സും ബ്യൂട്ടി കോൺഷ്യസ്നെസ്സും, ഡിമാൻഡ് ഇല്ലാത്ത ആ വ്യക്തിയാണ് ഞാൻ, എൻ്റെ ഡിമാൻഡ് കംപ്ലീറ്റ്, എൻ്റെ മൂല്യം കംപ്ലീറ്റ് ഈ രൂപത്തിലാണ് എന്ന ചിന്തയിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പബ്മെഡ്, അതുപോലെ തന്നെ NCBI ഇവരൊക്കെ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ഇത് മറ്റ് സമൂഹങ്ങളിലേക്കും എത്രത്തോളം വെസ്റ്റേണൈസേഷൻ നടക്കുന്നു, പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളിലൊക്കെ അനോറക്സിയ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളെ പെൺകുട്ടികളും എന്തായി, ഒരു മുഖക്കുരു വന്നാൽ ക്ലാസ്സിൽ പോവില്ല, അല്ലെങ്കിൽ ഫംഗ്ഷനുകളിൽ വരൂല. കാരണം എന്താണ്? ഇങ്ങനത്തെ ഒരു മുഖം വെച്ച് പുറത്തു പോകാൻ എനിക്ക് കഴിയില്ല എന്നുള്ള അവസ്ഥ. ഒന്നും മര്യാദക്ക് തിന്നാൻ കഴിയില്ല, വിശപ്പുണ്ടെങ്കിലും അത് കഴിക്കാൻ മനസ്സ് പറയാത്ത, അങ്ങനത്തെ ഈറ്റിംഗ് ഡിസോർഡറുമായി ബന്ധപ്പെട്ടത് നമ്മളെ സമൂഹത്തിലും വളരാൻ കാരണം എന്താണ്? വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. അതിലൂടെ ഒരു പെണ്ണ് സ്വന്തം ശരീരത്തിൽ ചുരുങ്ങുകയും അവളുടെ ലുക്കിലേക്ക് ചുരുങ്ങുകയും ഒക്കെ ചെയ്തു. എന്നിട്ടോ അതിനുവേണ്ടി ഭംഗി കൂട്ടാൻ വേണ്ടി കോസ്മെറ്റിക് സർജറികൾ, മൂക്ക് മുറിക്കുന്ന സർജറികൾ, കണ്ണ് മുറിക്കുന്ന അല്ലെങ്കിൽ കണ്ണിന്റെ അടിഭാഗം മുറിക്കുന്ന, അവിടെ കുത്തിവെക്കുന്ന, ഇങ്ങനെ കുറേ സർജറികൾ നടത്തി. അതിന്റെ ഫെയിലിയേഴ്സ്, നിങ്ങൾ കോസ്മെറ്റിക് സർജറി ഫെയിലിയേഴ്സ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ കുറേ ചിത്രങ്ങൾ കാണാം. ഭൂതങ്ങളാണെന്ന് വിചാരിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ. അങ്ങനെ സ്ത്രീകളെ കൊണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഭൂതത്തെ പോലെയുള്ള രൂപങ്ങളിലേക്ക്, പലയിടത്തുനിന്നും വെച്ച് പിടിപ്പിച്ച ശരീരമായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറികൾ അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറികൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം, $88.47 ബില്യൺ. അമേരിക്കയാണ് ഒന്നാം റാങ്ക്. ഫെമിനിസത്തിൽ 71-81 വരെയുള്ള ശതമാനം സ്ത്രീകൾ ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണെന്ന് പറയുന്ന സമൂഹത്തിലെ പെണ്ണുങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മമൂല്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതുപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, റഷ്യ, ഇറ്റലി, ഈ രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങളാണ് ഇതിലൊക്കെ മുമ്പത്തിയിലുള്ളത്. ഇനി ഓരോ സർജറികൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടും.
ശരീരത്തിൽ അവർ പിന്നെ അടിച്ചു കയറ്റുന്ന വിഷങ്ങൾ, അത് പിന്നെ നെഞ്ചും അതുപോലെ തന്നെ കാലും തൊടയും ഇതൊക്കെ വീർപ്പിക്കാനും അതിൻ്റെ രൂപം മാറ്റാനൊക്കെ വേണ്ടിയിട്ട് മുറിക്കലും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ട് കുറേ പഠനങ്ങളും വെസ്റ്റേൺ പഠനങ്ങളും ഉണ്ട്. ദ ബ്യൂട്ടി ഇൻഡസ്ട്രി ഇൻഫ്ലുവൻസ് ഓൺ വുമൻ സൊസൈറ്റി, ഹാംഷെയർ യൂണിവേഴ്സിറ്റിയുടെ പഠനമാണ്. അതുപോലെ തന്നെ പിന്നെ നെബ്രാസ്ക യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം വെൻ ബ്യൂട്ടി ഈസ് ദ ബീസ്റ്റ്, ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അതിനെ ഒരു പരിഹസിച്ചുകൊണ്ട് ബ്യൂട്ടി തന്നെയാണ് ബീസ്റ്റ്, അവളെ ഏറ്റവും അപകടകാരി, ഒരു പെണ്ണിന് ഏറ്റവും അപകടകാരി അവളുടെ ബ്യൂട്ടി തന്നെയാണ്. കാരണം ആ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്വന്തത്തെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തിസീസാണ്. അതിലും പറയുന്നത് പിന്നെ വെസ്റ്റേൺ സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ദാരിദ്ര്യാവസ്ഥ, മാനസികമായ ദാരിദ്ര്യം, സൗന്ദര്യ ദാരിദ്ര്യം, ഇതൊക്കെ പെണ്ണുങ്ങളെ മെലിയുക എന്നുള്ളതിന് പ്രത്യേകിച്ചും ഒരു ചിന്ത അല്ല അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിന്റെ വെൻ ബ്യൂട്ടി ഈസ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന പഠനത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും വിശ്വസനീയമല്ലാത്ത സൗന്ദര്യ രൂപങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നു. ഒരിക്കലും വിശ്വസനീയമല്ല. ഇങ്ങനെ ഒരു പെണ്ണുണ്ടാവൂല. എയിലൂടെ ഉണ്ടാക്കപ്പെട്ട പോലത്തെ പെണ്ണുങ്ങൾ. അതെങ്ങനെയാണ്? ഓരോ അവയവങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടും സർജറി ചെയ്തിട്ടും പിന്നെ അങ്ങേറ്റം പട്ടിണി കിടന്ന് മെലിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന, മെലിഞ്ഞ് വടിവുള്ള ശരീരഘടനയോട് ആഭിമുഖ്യം പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പുരുഷന്മാരുടെ ആഭിമുഖ്യം അതന്നെയാണ്. അതിനനുസരിച്ച് സ്ത്രീകളുടെ ചിന്തയും അതിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ ഒരു പോൺ ആക്ട്രസ് ആണ് മിയ ഖലീഫ. പിന്നെ എങ്ങനെയാണ് പോൺ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ളത് ഇപ്പം അടുത്ത് കുറേ ഇന്റർവ്യൂവിലൂടെ അവർ പങ്കുവെക്കുകയുണ്ടായി. അതിലവർ പറഞ്ഞ എന്താണ്, ചെറുപ്പം മുതലേ നല്ല തടി ഉണ്ടായിരുന്നു. തടിയുള്ളതുകൊണ്ട് ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പക്ഷേ കോളേജിലെത്തിയ സമയത്ത് കുറച്ച് തടി കുറയാൻ തുടങ്ങി, എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി, തടി കുറഞ്ഞു. അതോടുകൂടി എനിക്ക് വളരെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഇല്ലാത്ത, ഭംഗിയില്ലാത്ത പെണ്ണിന് യാതൊരു വിലയുമില്ലാത്ത, യാതൊരു മൂല്യവും ഇല്ലാത്ത, അവൾക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിയാത്ത, ഒരാളുടെ നോട്ടമോ പരിഗണനയോ കിട്ടാത്തൊരു സമൂഹമായിട്ട് ഈ സമൂഹങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥലത്ത് നബി ജീവിച്ചിരുന്ന സമൂഹത്തിൽ അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളുടെ മൂല്യം എന്താണ്? അവരുടെ രൂപവുമായി യാതൊരു കണക്റ്റഡുമല്ലാത്ത മൂല്യം അവൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു മകന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടല്ലോ, അല്ലക സൗജ് സഖ്ഷല്ല, അള്ളാഹിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പെണ്ണിനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അവളുടെ തഖ്വയെ പറ്റി അറിഞ്ഞിട്ട് വിവാഹം ചെയ്യാണ്. അപ്പൊ ഒരു മൂല്യമില്ലാത്ത പെണ്ണുങ്ങളെ പടച്ചുവിടുന്ന, പിന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രയത്നവും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വെസ്റ്റേൺ സമൂഹം പോയി എന്നുള്ളതാണ്. ഒരൊറ്റ കോട്ടും കൂടി പറഞ്ഞു ഞാൻ നിർത്താം. അതെന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. ആ അവാർഡ് ഫംഗ്ഷന് ന്യൂയോർക്ക് ടൈംസ്, ന്യൂയോർക്ക് പോസ്റ്റ് ആ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുത്ത പെണ്ണുങ്ങളുടെ മേക്കപ്പിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ മതി എന്താണ് ആ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. ചടങ്ങിലേക്ക് താരങ്ങളെ മിനുക്കുന്ന സ്റ്റൈലിസ്റ്റുകൾ ഈടാക്കുന്നത് കുറഞ്ഞത് ഒരാഴ്ച ജോലിക്ക് പ്രതിദിനം $1,500 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,24,035 രൂപയാണ് ഒരു ദിവസത്തെ ഒരു ആക്ട്രസിന്റെ മേക്കപ്പ്. ഇനി കഴിഞ്ഞ വർഷത്തെ അവാർഡ് ചടങ്ങിൽ ആമി ആഡംസ് എന്ന് പറയുന്ന ഒരു നടി, അവര് $1,38,28,558 ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന ടിഫാനി ആൻഡ് കോ ആഭരണങ്ങളാണ് വാങ്ങിയത്. 1 കോടിയാണ് ഒരു ദിവസത്തെ മേക്കപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹോളിവുഡിലെ സ്ത്രീകളുടെ മിനുക്കം, അതിന്റെ കണക്കാണ് ഈ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഗോൾഡൻ ഗ്ലോബിൽ ജെന്നിഫർ ആനിസ്റ്റന്റെയും ജൂലിയൻ മൂറിന്റെയും വസ്ത്രങ്ങൾ സൃഷ്ടിച്ച സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് ക്രിസ് മാക്മില്ലന്റെ പ്രതിദിന നിരക്ക് 1,65,375 രൂപയാണ് ഒരു ദിവസം. 3 ദിവസം എടുക്കും ചില കൺസൾട്ടേഷനും ഭാഗമായിട്ടുള്ള പരിപാടികൾക്കൊക്കെ. കൂടാതെ പരിപാടി രാത്രി ചേർന്ന് ബില്ല് ഏകദേശം 4,96,311 രൂപയായിരിക്കും. നഖം വൃത്തിയാക്കാൻ 20,048,000 രൂപയാണ്.
അല്ല 20,416 രൂപ നഖം, ഈ ആക്ട്രസുകളെ നഖം വൃത്തിയാക്കാൻ. ഇത്രയും പിന്നെ സങ്കുചിതമായ വാല്യൂവും ഡിമാൻഡും നഷ്ടപ്പെട്ട, സൗന്ദര്യത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും സെക്സിൻ്റെയും മാത്രം അടിമകളായ ഒരു സമൂഹം എങ്ങനെ സന്തുഷ്ടരാവാനാണ്? എങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാവുക? എന്നും ദുഃഖവും എന്നും പ്രയാസമായിരിക്കില്ല അവിടുത്തെ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് സൗന്ദര്യം ഇല്ലാത്ത പെണ്ണുങ്ങളെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ സ്ത്രീകളെ ഏറ്റവും സങ്കുചിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് കണക്കുകൾ ഞാൻ പിന്നീട് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ടോപ്പ് സെൻ്റെ പോലെയുള്ള മാഗസീനുകൾ നടത്തിയ പഠനത്തിൽ ഫെമിനിസം ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്നിട്ടുള്ള ലിബറൽ സൊസൈറ്റികളിലെ പെണ്ണുങ്ങൾ അവരുടെ ആത്മസംതൃപ്തിയും സന്തോഷവും ഊപ്പുകുത്തി കുറയാണ് ചെയ്യുന്നത് എന്നുള്ള കണക്കുകൾ, പഠനങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങേയറ്റം സ്ത്രീകൾക്ക് തിരിച്ചടികൾ ഉണ്ടാക്കിയ ഇത്രയും വലിയ അപകടകരമായ ഒരു ഐഡിയോളജി ഫെമിനിസം പോലെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ ഇമോഷണലി ഒരു പ്രതികരണം മാത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തെ കാണുന്നത്. ചില പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരിൽ നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടാകുമ്പോഴേക്കും പിന്നെ ഫെമിനിസമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിവിധി എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയും, ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം, ചൂഷകരായ ആണുങ്ങളെക്കാൾ വലിയ അപകടവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നെഗറ്റീവായ ആസ്പെക്റ്റുമായിട്ട് ഈ ആദർശം മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സന്തുഷ്ടമായ ജീവിതത്തിന് ഫെമിനിസം കൈയൊഴിയുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ആവശ്യം എന്നാണ് ഈ പഠനങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ മറ്റൊരു വശമുണ്ട്, ഇസ്ലാമികമായ വശം. അത് പിന്നീട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറേ സമയമായതുകൊണ്ട് ഞാൻ നിർത്താണ്. അസ്സലാമു അലൈക്കും.